ഈ ഹദീസിൽ പറഞ്ഞ ആ വിഷയം ആ വാക്ക് മാത്രം പറഞ്ഞാൽ അള്ളാഹു അവിടെ മലക്കുകളെയോ ജിന്നുകളെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുമെങ്കിൽ അവരവിടെയുള്ള ആളുകൾക്ക് അവരെ കയ്യിൽപ്പെട്ട സഹായം ചെയ്തെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരൂല. ഹദീസ് ലൈഫാണ്, നമുക്കത് അമലിൽ പ്രശ്നമേ ഇല്ല. പക്ഷെ മറുപടി കൊടുത്തെടുത്ത് എല്ലാ സലഫി പണ്ഡിതന്മാരും എല്ലാ പഴുതും അടച്ച് മറുപടി കൊടുത്തതാണ്. അതിനാണ് ഞാൻ നേരത്തെ ഇത് വായിച്ചത്. പിന്നെ 2004 മാർച്ചിൽ ഇസ്രായേൽ പേജ് 23, 24, 25 അവലോകനം പങ്ക്തിയിൽ കൊട്ടപ്പുറം സംവാദവും സഖാഫിയുടെ അവലോകനവും പ്രാർത്ഥന എന്ന പദത്തിന്മേൽ തൂങ്ങിയുള്ള ഞാണിഞ്ഞേൽ കളി എന്ന ലേഖനത്തിൽ പറയുന്നത്, മുജാഹിദ് പണ്ഡിതൻ മറുപടി പറഞ്ഞു, പ്രാർത്ഥന അപേക്ഷ വീണ്ടും വരുന്നു. അള്ളാഹു മനുഷ്യന് സാധാരണ കൊടുക്കാറുള്ള കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അവരോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. പേജ് 24. മനുഷ്യ കഴിവിന് അപ്പുറമുള്ള സഹായതട്ടത്തിനാണല്ലോ മുജാഹിദ് പണ്ഡിതന്മാർ കൊട്ടപ്പുറത്ത് പ്രാർത്ഥന എന്ന് വിശദീകരിച്ചത്. പേജ് 24. ഇങ്ങനെ എഴുതിയ നിങ്ങൾ ഇന്ന് പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ തേടലല്ല, സൃഷ്ടികളെ കഴിവിന് അതീതമായ കാര്യത്തിൽ സഹായം തേടലാണ് പ്രാർത്ഥന എന്ന് 7 വർഷം കൊണ്ട് ആദർശം മാറ്റിയോ? കൊട്ടപ്പുറത്തും ഇവിടെ എത്തിയപ്പോൾ തൗഹീദ് ശിർക്കും ശിർക്ക് തൗഹീദുമായോ? ഹാരിസ് അണങ്കൂർ. യഥാർത്ഥത്തില് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയം അത്. മനുഷ്യ കഴിവിന് അതീതമെന്നും സൃഷ്ടികളെ കഴിവിന് അതീതെന്നും മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. അമ്പലക്കടവ് ഫൈസിയുടെ അന്തം കെട്ട ചോദ്യങ്ങൾ. അവരാണിത് കുത്തിപ്പൊക്കിയത്. അപ്പോഴാ സലാസുലൈമ ചാടിക്കൊത്തിയത്. സലാസുലൈം കുത്തിപ്പോക്കും, ഇവർ ചാടിക്കൊത്തും, ഇവർ കുത്തിപ്പോക്കും, സലാസുലൈം ചാടിക്കൊത്തും. അങ്ങനെയാണ്. അതിന് മറുപടി എഴുതിയപ്പോൾ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കൊട്ടപ്പുറം സംവാദത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി എന്താ പറഞ്ഞത് കേട്ടോളൂ. കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകത്തിൽ എഴുതുക, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ കൊട്ടപ്പുറത്ത് മനുഷ്യവിനപ്പുറം എന്നല്ല പറഞ്ഞത്, സൃഷ്ടികളവിനപ്പുറം എന്നാ പറഞ്ഞു. 2, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടിയാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകിയ കഴിവിനപ്പുറമാകുന്നു. ആ അപ്പുറമുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശിർക്കായി മാറുന്നു. അത് അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമായ കുറ്റമായി AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതായിട്ട് കൊട്ടപ്പുറം സംവാദ പുസ്തകത്തിൽ ഉദ്ധരിച്ചതാണ്. അപ്പൊ കൊട്ടപ്പുറത്ത് നമ്മളത് മാറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താ സംഗതി എന്നറിയോ? മനുഷ്യ കഴിവിന് അതീതം എന്നത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു പ്രയോഗമല്ല. സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന് അത്തൗഹീദ്, നമ്മളെ എത്രയോ ആയിരക്കണക്കിന് കോപ്പി വിതരണം അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് 1940 ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. അതിൽ കണ്ട 44 ദുആ എന്ന പദം പ്രസ്തുത സംബോധനത്തിന് ബ്രാക്കറ്റില് സൃഷ്ടികളെ കഴിവിന് അപ്പുറമുള്ള സംഗതികൾക്ക് വേണ്ടിയുള്ള സംബോധനത്തിന് ഭാഷയിൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മതപരമായി നോക്കിയാൽ ദുആ എന്ന പദം പ്രസ്തുത സംബോധനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണെന്നിൽ സംശയമില്ലെന്ന് പറയാവുന്നതാണ്. അപ്പൊ ദുആ എന്ന വാക്ക് ഭാഷയിൽ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ സൃഷ്ടികളെ കഴിവിനപ്പുറമുള്ള സംഗതികളുടെ സംബോധനത്തിനാണ്. അത്തൗഹീദ് P അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ പേജ് 58. അപ്പൊ നമ്മൾ പുതിയ ഉണ്ടാക്കിയതാ 1944 ഇനി കേട്ടോ, അത്തൗഹീദ് തന്നെ മറ്റൊരു സ്ഥലത്ത് പേജ് 104 കാണാം. എന്നാൽ സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിന് ആരും തന്നെ നിഷേധിക്കുന്നില്ല. ചോദിക്കണം, സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിന് ആരും തന്നെ നിഷേധിക്കുന്നില്ല. ഇനി 1950 പരപ്പനങ്ങാടി വെച്ച് സമസ്തകല ജമിയത്തുൽമയും കേരള ജമിയത്തുൽമയും തമ്മിൽ വാദപൂജ നടത്തുന്നത് സംബന്ധിച്ച് കത്തടപാട് വന്നിട്ടുണ്ട്. വാദപൂജ നടക്കാതെ പോയി. അപ്പൊ അതിനായി രൂപീകരിക്കപ്പെട്ട സമിതിയുടെ തീർപ്പുകളും എഴുത്തുകുത്തുകളും CP മമ്മുക്കൈ എന്ന ആള് പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കേട്ടോളൂ, നമ്മൾ കൊടുത്ത മറുപടിയാ. അതായത് 25 വർഷം മുമ്പ് 50 പറയുമ്പോ എത്രയായി? 60 വർഷം മുമ്പ്. 60 വർഷം മുമ്പ് നമ്മുടെ ജമിയത്തുലുലമ എഴുതി കൊടുത്ത ഉത്തരത്തിലുള്ളതാ. സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സൃഷ്ടാവിന്റെ ഗുണം അഥവാ സിഫത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അധികാരത്തിലും പ്രവൃത്തികളിലും സൃഷ്ടികളെ പങ്കു ചേർക്കുകയാകുന്നു അവൻ ചെയ്യുന്നത്. അത് ശിർക്കും കുഫറും തന്നെയാകുന്നു. പിന്നെ പറയാം, പടപ്പുകളുടെ കഴിവിൽ പെടാത്തതും പടച്ചവന്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കൽ, പടപ്പുകൾ ആരായാലും ശരി, അത് ശിർക്കാണെന്നും ആ പ്രാർത്ഥന ഇബാദത്താണെന്നും ഖുർആൻ തെളിയിക്കുന്നത് കാണുക. 60 കൊല്ലം മുമ്പ്. അപ്പൊ സൃഷ്ടികളെ കഴിവിന് അതീതെന്നും മനുഷ്യ കഴിവിന് അതീതെന്നും. പിന്നെ എന്തിനാ മനുഷ്യ കഴിവിന് അതീതെന്ന് പറഞ്ഞത്? പൊതുവെ നമ്മൾ നമ്മളെ അഭിമുഖീകരിക്കുന്ന സമുദായം മനുഷ്യരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. മൈദീൻ ശൈഖിനെ, ബദരീങ്ങളെ, അതുപോലെ മമ്പർ തങ്ങളെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടരെ, നിങ്ങൾ അവരുടെ കഴിവിൽപ്പെടാത്ത കാര്യം അവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്നതിന് വേണ്ടിയാണ് മനുഷ്യ കഴിവിന് അതീതം എന്ന് ഉപയോഗിച്ചത്. അത് അക്ഷരാർത്ഥത്തിലല്ല. ഇപ്പോ ഖുർആൻ അമാനുഷിക ഗ്രന്ഥം നമ്മൾ പറയലുണ്ട്. എന്താണ്? മനുഷ്യന് കൊണ്ടുവരാൻ കഴിയാത്ത ഗ്രന്ഥം എന്നതിന്റെ അർത്ഥം. പക്ഷെ ജിന്നിനും മലക്കിനും കൊണ്ടുവരാൻ കഴിയുന്നതിന് അർത്ഥമുണ്ടോ?
ഇല്ല. മനുഷ്യനോ ജിന്നിനോ മലക്കിനോ ആർക്കും അങ്ങനത്തെ ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ എന്തിനാ അമാനുഷികം എന്ന് പറഞ്ഞത്? പൊതുവേ മുമ്പിലുള്ള ആരാ? മനുഷ്യന്മാരാണ്. അതിനുവേണ്ടി പറഞ്ഞ അക്ഷരാർത്ഥത്തിലുള്ള പ്രയോഗമല്ല, അതുപോലത്തെ ഒരു പ്രയോഗമാണ് മനുഷ്യ കഴിവിന് അതീതം എന്നുള്ളത്. സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന അർത്ഥത്തിൽ തന്നെയാണ് മനുഷ്യ കഴിവിന് അതീതം എന്നത്. നിങ്ങൾ നോക്ക്, മനുഷ്യന്മാരുടെ കഴിവിൽ പെടാത്ത കാര്യം മനുഷ്യരല്ലാത്തോട് ചോദിച്ചാൽ ശിർക്കാകുകയാണെങ്കിൽ ഒരാനയെ നമ്മൾ മരം പിടിക്കാൻ വേണ്ടി വിളിക്കണം. മനുഷ്യനെ കൊണ്ട് കഴിയൂല, വലിയ മരം പിടിയാണ്, പിടി ഇങ്ങോട്ടെടുക്കും. ശിർക്കാകുവോ? ശിർക്കാവൂല. അല്ലെങ്കിൽ ഒരു നായെ കൊണ്ടൊന്ന് കേസ് തെളിയിക്കാൻ വേണ്ടി മണം പിടിച്ചിട്ട് ഇങ്ങോട്ടെടുക്കും. ശിർക്കാകുവോ? മനുഷ്യ കഴിവ് പെടാത്തതല്ലേ? മനുഷ്യ കഴിവിനപ്പുറമുള്ളത് അള്ളാഹിനോടുള്ള ചോദിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടാ? അപ്പൊ സൃഷ്ടികളെ കഴിവിനപ്പുറമുള്ള കാര്യം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതും. അതുകൊണ്ട് സഹോദരങ്ങൾ, വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതെല്ലാം നമ്മൾ തമ്മിൽ ശിർക്ക് ആരോപിക്കും. ഞങ്ങൾ പറയുന്നത് ശിർക്കാണെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണ്, യാതൊരു സംശയമല്ല. പടച്ചോനെ സാക്ഷി നിർത്തിയാ പറയുന്നത്. അല്ലെങ്കിൽ ശിർക്ക് ആരോപിച്ച സഹോദരന്മാരിലേക്ക് അത് മടങ്ങും. അങ്ങനെയല്ലേ റസൂൽ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് സൂക്ഷ്മത കൈക്കൊള്ളണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള സാധനങ്ങൾ ജിന്നുകളോട് ആവശ്യപ്പെട്ടാൽ അവന്റെ ആജ്ഞാനുവർത്തികൾക്ക് എത്തിച്ചു കൊടുക്കും എന്ന വാദം ഉണ്ടെങ്കിൽ ഇന്ന് ജിന്നിന്റെ ആജ്ഞാനുവർത്തി അവരാൾക്ക് തിരുവനന്തപുരം ക്ഷേത്രത്തിലുള്ള 90,000 കോടി നിധി എത്തിച്ചു കൊടുക്കുമോ? മൊയ്തീൻ കാവുംപുറം അത് കാവുങ്കൽ. യഥാർത്ഥത്തിൽ പല സാധനങ്ങളും ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട് എന്ന് ഇവിടുത്തെ ദിവ്യത്വവാദികൾ പറയുന്നു. സായിബാബനെ പോലത്തെ ആളുകളും മറ്റവരൊക്കെ പറയുന്നു. നമ്മൾ പറയുന്നു അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ മനുഷ്യനെ കൊണ്ട് കഴിയൂല. കാര്യകാരണം ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് തനിക്ക് മരുന്ന് കിട്ടുന്നുണ്ടെന്ന് ഒരു ഹോമിയോ ഡോക്ടർ, ഫറൂഖിലുള്ള ഹോമിയോ ഡോക്ടർ വാദിക്കുന്നതായി ജനാബ് അബ്ദുറഹ്മാൻ സലഫി ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു. അയാൾ വാദിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അത് കൊണ്ടുവരാൻ കഴിയൂല എന്ന് ഉറപ്പാണല്ലോ. ഇനി അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്ന് അയാൾ വാദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ശൈത്താന്റെ സഹായം കൊണ്ട് ഒരു പക്ഷെ കിട്ടിയേക്കാം. നമുക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാ ശൈത്താൻ സഹായിക്കാന്ന്. ഇപ്പൊ നമ്മൾ മുമ്പേ കറാമത്തിനെ പറ്റി പറയുമ്പോൾ പറയലുണ്ട്, ഒരാൾ വായുവിലൂടെ നടന്നു കാണിച്ചാലും വെള്ളത്തിന് മീതെ നടന്നാലും അയാൾ കറാമത്തുണ്ട് എന്ന് പറയരുത്, അയാളെ ശൈത്താൻ താങ്ങി കൊണ്ടുപോവുകയാവും. അപ്പൊ ശൈത്താൻ ഇങ്ങനെ കൊണ്ടുപോകണം. ശൈത്താൻ നമ്മൾ കാണില്ല, വെള്ളത്തിന് മീതെ അങ്ങനെ നടക്കണം, ഇങ്ങനെ കാണാം. വലിയല്ല. അപ്പൊ ഇതൊന്നും ദിവ്യത്വമല്ല എന്ന് പറയാനാ കൂട്ടെ നമ്മളിത് പറയണത്. ജർമ്മനിന്ന് വരുന്നവർക്ക് അപ്പുറല്ല കൂട്ടെ ആകാശലോകത്തിന് കെട്ടിട്ട് എത്തിച്ചു കൊടുക്കല്. ജർമ്മനി ഇത്ര ദൂരല്ല, ഈ ഭൂമിയിൽ ചെറിയ സ്ഥലല്ലേ. ആകാശലോകത്തുനിന്ന് കെട്ടുകെട്ടിട്ട് ജ്യോത്സ്യൻ എത്തിച്ചു കൊടുക്കുന്ന ഖുർആനല്ലേ പറഞ്ഞത്, ഹദീസല്ലേ പറഞ്ഞത്. അതിലും വലുതാ ജർമ്മനിന്ന് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ശൈത്താനെ പൂജിക്കുന്ന ആളുകൾ വാദിക്കുന്നുണ്ടെങ്കിൽ ശൈത്താന്റെ സഹായമാകാം, ഉറപ്പൊന്നുമില്ല. പിന്നെ എന്തൊക്കെ സാധിക്കും നമുക്കറിയില്ലല്ലോ. എനിക്ക് ശൈത്താൻ പൂജല്ല. ശൈത്താനെ പൂജിക്കുന്നവരോട് ചോദിക്കണം. ശൈത്താനെ പൂജിക്കുന്ന ആളുകൾ ശൈത്താനെ പ്രസാദിക്കാൻ വേണ്ടി തമ്മാടിത്തങ്ങളും കുഫറും ചെയ്യുന്ന ആളുകൾക്ക് ശൈത്താൻ പല സഹായം ചെയ്തേക്കാം. അങ്ങനെ ഇതും ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ ദൂരമുള്ള ഭാരമുള്ള വസ്തുക്കൾ അവിടുന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞത് ശൈത്താന് കഴിയോ? ശൈത്താന് കഴിയുന്നുള്ളതിന്റെ തെളിവാണ് കാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ ഇവിടെ എത്തിക്കാം. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞോ നിനക്കതിന് കഴിയൂല? പറഞ്ഞോ? അള്ളാഹ് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനേക്കാളും മുമ്പ് ഇവിടെ സാധനം കിട്ടണം. അപ്പോഴാണ് കാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ അറിവുള്ള ഒരാൾ പറഞ്ഞു. ആര്? സുലൈമാൻ നബി തന്നെ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാൻ. ഞൊടിയിടയിൽ അവിടെ എത്തി. ഇത് നമ്മൾ പഠിച്ചതാ. ഇത് പണ്ടേ ശബാബിൽ ഇതിന് ചോദിച്ചപ്പോൾ നമ്മൾ മറുപടി കൊടുത്തതാണ്. അപ്പൊ ഇവിടെ ഒരു സംശയം, സുലൈമാൻ നബിന്റെ മുയിസത്തിനെ തള്ളലല്ലേ? അങ്ങനെ ഒരു ചോദ്യം പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുലൈമാൻ നബിന്റെ മുയിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നിന്റെ കഴിവ് മുയിസത്ത് അല്ല. അത്രയും കഴിവുള്ള ജിന്നുകളെ യഥേഷ്ടം ഉപയോഗിക്കാൻ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. ഒരു ജ്യോത്സ്യനോ ഗണിതക്കാരനോ സാഹിറിനോ ജിന്നിനെ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയൂല. പക്ഷെ സുലൈമാൻ നബിയോ പണിയെടുപ്പിക്കുകയാണ്. ഉണ്ടാക്കടാ ബിൽഡിങ്, ഒപ്പരിങ്ങനെ നിൽക്കും, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും, കൊണ്ടുവരടാ പോയി മുത്തുവാരി കൊണ്ടുപോവാ, ഖുർആനിലുള്ളതൊക്കെ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്ത്, സുലൈമാൻ നബിക്ക് ജിന്നുകളെ യഥേഷ്ടം ഉപയോഗിക്കാൻ കീഴ്പ്പെടുത്തി കൊടുത്തു. അത് വേറെ ആർക്കില്ല, ഒരു ജ്യോത്സ്യനോ ഒരു സാഹിറിനോ സാധിക്കൂല. പക്ഷെ സാഹിറുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ വല്ല സഹായവും കിട്ടിയാൽ തന്നെ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. അവർ വാദിക്കണം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? കിട്ടൂല എന്ന് പറയാം. ഇനി കിട്ടുന്നുണ്ട് നിങ്ങൾ വാദിച്ചതിന് തെളിവ് പറഞ്ഞാൽ തന്നെ ശൈത്താന്റെ സഹായിക്കാരം. അള്ളാന്റെ സഹായം ദിവ്യത്വവാദികൾക്ക് ഉണ്ടാവില്ലല്ലോ. ഇത് നമ്മൾ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന മുവഹിദുകള് ശിർക്കന്മാരുടെ വാദങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്. ഇതൊക്കെ ശൈത്താന്റെ പണികളാണ്. ഇതൊന്നും അള്ളാന്റെ സഹായമല്ല. നിങ്ങൾക്ക് ദിവ്യത്വമില്ല, നിങ്ങൾക്ക് വിലായത്തില്ല, കറാമത്തില്ല എന്ന് വ്യക്തമാക്കാനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ശൈത്താന് കുറെ കഴിവുണ്ട് എന്ന് വരുത്താനല്ല.
ചില ആളുകൾ അങ്ങനെ ശൈത്താനെ പ്രൊമോട്ട് ചെയ്യാണ്. ഇപ്പോൾ ശൈത്താൻ ഒരുപാട് കഴിവുണ്ട് എന്ന് പറയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, വിഗ്രഹം സംസാരിക്കുന്നു സക്കരിയ സലാഹി പറഞ്ഞു, പച്ചക്കളവാണ് പറഞ്ഞത്. വിഗ്രഹം സംസാരിക്കുക ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. ഒരു കാലത്തും വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയൂല. ഇനി വിഗ്രഹം സംസാരിക്കുന്ന ആരെങ്കിലും പറഞ്ഞാലോ, വിഗ്രഹം സംസാരിച്ചതായി ആരെങ്കിലും കേട്ടാലോ, വിഗ്രഹത്തിന് പിന്നിൽ ഒന്നുകിൽ ശൈത്താൻ ഒച്ചുണ്ടാക്കിയതാകാം, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഒച്ചുണ്ടാക്കാലോ. ആർക്കും തിരിയില്ലല്ലോ, ഇപ്പൊ പല ഒച്ച ഉണ്ടാക്കാൻ കഴിയുന്ന കാലല്ലേ. അങ്ങനെ എന്തെങ്കിലും ആവാന്നല്ലാതെ വിഗ്രഹം ഒരിക്കലും സംസാരിക്കുകയില്ല. എന്നിട്ട് നമ്മളെ സുഹൃത്തുക്കള് ഇബ്രാഹിം നബിന്റെ കാലത്ത് ശൈത്താൻ സംസാരിച്ചില്ലല്ലോ, ശൈത്താൻ എല്ലാ കാലത്തും ഒരേ തന്ത്രം തന്നെ പയറ്റണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓൻ പല തന്ത്രവും പയറ്റും. എന്നിട്ട് അമാനുവലിന്റെ പരിഭാഷ ഇങ്ങനെ എടുത്തു കൊടുക്കുക, ഇബ്രാഹിം നബിന്റെ കാലത്തെ ബിംബത്തിന്റെ ഏർപ്പാട്. ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിന്റെ എതിരാളികളും തമ്മിലുള്ള തർക്കം എന്താ? വിഗ്രഹം സംസാരിക്കും എന്ന് ഇബ്രാഹിം നബിന്റെ എതിരാളികൾക്ക് വാദം ഉണ്ടായിരുന്നോ? അത് സംസാരിക്കൂല എന്ന് സ്ഥാപിക്കാനാണോ ഇബ്രാഹിം നബി ശ്രമിച്ചത്? നമ്മളെ ആളുകൾ എഴുതിയത് കണ്ട പതാ തോന്നുക. ഇബ്രാഹിം നബിയും സമൂഹവും തമ്മിലുള്ള തർക്കം വിഗ്രഹം സംസാരിക്കും എന്ന് അവർ വാദിച്ചിനോ? ഇല്ല. എന്നിട്ട് സംസാരിക്കും എന്ന് സ്ഥാപിച്ചു കൊടുക്കലാണോ, സംസാരിക്കൂല എന്ന് സ്ഥാപിച്ചു കൊടുക്കലാണോ ഇബ്രാഹിം നബി ചെയ്തത്? അല്ല. അങ്ങനെ രണ്ടു കൂട്ടിക്കും വാദം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ മുശ്രിക്കുകൾ വിഗ്രഹം സംസാരിക്കും എന്ന് വാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഗ്രഹം സംസാരിക്കുകയില്ല എന്ന് സ്ഥാപിച്ചു കൊടുക്കേണ്ട കാര്യവും ആർക്കില്ല? ഇബ്രാഹിം നബിക്കില്ല. അതാദ്യം മനസ്സിലാക്കണം. എന്താണ് അവിടെ സംഭവം? ഇബ്രാഹിമെ, നിനക്ക് ഞങ്ങളെ വിഗ്രഹങ്ങളെ കുരുത്തക്കേട് തട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ നിങ്ങളെ വിഗ്രഹങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാത്തിനെയും തല വെട്ടിയിട്ട് വലിയോന്റെ കഴുത്തിൽ എന്ത് ചെയ്തത്? മഴു കൊളത്തി വെച്ച്. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ അവരോട് ചോദിച്ചു നോക്കിയിരിക്കും. അപ്പോൾ അവർ പറയാണ് ഫർജഉ ഇലാ അൻഫുസിഹിം, അവരിലേക്ക് തന്നെ മടങ്ങി. നിനക്കറിയില്ല ഇബ്രാഹിമെ, അവർക്ക് മിണ്ടാൻ വയ്യാന്ന്. അപ്പൊ ആ സന്ദർഭം, ഈ മിണ്ടാൻ വയ്യാത്തവരെയാണ് കുരുത്തക്കട എനിക്ക് തട്ടും നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങൾക്കൊന്നും കഴിയുകയില്ല എന്ന് സ്ഥാപിക്കലാണ്. നിങ്ങൾ നോക്ക്, അന്ന് വിഗ്രഹം സംസാരിച്ചിരുന്നുവെങ്കിൽ തൗഹീദ് പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞല്ലോ. കാരണം എന്താ? സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി വെല്ലുവിളിക്കുക. അപ്പൊ വിഗ്രഹത്തെ ശൈത്താൻ സംസാരിച്ചിരുന്നെങ്കിൽ തൗഹീദ് പൊളിഞ്ഞു. കാരണം എന്താ? സംസാരിക്കൂല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞിട്ട് സംസാരിച്ച് കാണിച്ചു കൊടുക്കില്ലേ? അള്ളാഹു ആ ശൈത്താനെ നിയന്ത്രിക്കണത്. അതുകൊണ്ട് അവിടെ ശൈത്താന് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല, മിണ്ടാൻ കഴിയൂല. അതുകൊണ്ട് അതൊരിക്കലും ഇവിടെ തെളിവായി പറയാൻ പറ്റൂല. നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ വിഗ്രഹം സംസാരിക്കൂല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ഒരു നിലക്കും മരം കൊണ്ടോ കല്ലുകൊണ്ടോ വിഗ്രഹം സംസാരിക്കൂല. അന്നത്തെ വിഗ്രഹാധാരം പോലെ ഇന്നത്തെ വിഗ്രഹാധാരന്മാർ അവകാശപ്പെടുകയാണ് വിഗ്രഹം പാല് കുടിക്കും, വിഗ്രഹം സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാണ് വിഗ്രഹം ഒരിക്കലും സംസാരിക്കൂല. ഇനി വല്ല ഒച്ചയും കേട്ടാൽ തന്നെ ഒന്നുകിൽ വല്ല യന്ത്രം അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശൈത്താൻ അതിന്റെ പിന്നിൽ ഒച്ച ഉണ്ടാക്കിയിട്ട് ഇത് വിഗ്രഹത്തിന് എന്തോ കഴിവുണ്ട് എന്ന് വിഗ്രഹത്തെ പൂജിക്കുന്ന ആളുകളെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ. എന്തിന്? വിഗ്രഹാരാധനയിലേക്ക് ആളെ കൂട്ടാൻ, വേറൊന്നല്ല. വിഗ്രഹത്തിന് ദിവ്യത്തുണ്ട്, കണ്ടോ ശബ്ദം ഉണ്ടാക്കി, കണ്ടോ പാല് കുടിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി. അങ്ങനെ ശൈത്താൻ പല വേലകളും ചിലപ്പോൾ ഒപ്പിച്ചേക്കാം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ എന്തിനാ പറയണത്? വിഗ്രഹങ്ങൾക്ക് കഴിവില്ല എന്ന് ബോധ്യപ്പെടുത്താൻ. ശൈത്താൻ മനുഷ്യനെ ഇങ്ങനെയൊക്കെ വഴിതെറ്റിക്കും എന്ന് പഠിപ്പിക്കാൻ. അതാണ് ഒരു ചോദ്യം. പിന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് അന്നീ മസ്സനിയ ശൈത്താൻ. ഒരു സ്ഥലത്ത് എന്നെ പിശാച് ബാധിച്ചു, ബിനുസുബിൻ വഅദാബ്. വേറൊരു സ്ഥലത്ത് അന്നീ മസ്സനിയ ളുറു. ഇത് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിൽക്കാലക്കാരായ ചില മുഫസ്സിരീങ്ങൾ അത് ഈ അയ്യൂബ് നബിയുടെ എതിരാളികളുടെ മനസ്സിൽ ദുർബോധനം നടത്തിക്കൊണ്ടുള്ളതാണ്. അതാണ് ചെറിയ മുണ്ടോ അമാനിയൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ളത്. അത് പിൽക്കാലക്കാരായ മുഫസ്സിറുകളുടെ നിഗമനമാണ്. അത് തെറ്റായ നിഗമനമാണ്. സലഫീങ്ങളായ ആളുകളുടെ തഫ്സീറിൽ ഉള്ളത് അന്നി മസനിയ ശൈത്താൻ എന്നതിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം എൻ്റെ പ്രബന്ധത്തിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ പല ആളുകളും തഫ്സീറുകൾ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ശൈത്താൻ രോഗമുണ്ടാക്കും, ശൈത്താൻ മനുഷ്യരെ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവാണ് രോഗമുണ്ടാക്കുക എന്നതിനെതിരല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൈറസും ബാക്ടീരിയയും ഒക്കെ കാരണമാകുന്നത് പോലെ ശൈത്താനും ഒരു കാരണമായി തീരും. ആ കാരണത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവാണ് രോഗമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ രോഗം നീക്കിത്തരുന്നത് എന്നതിനെതിരല്ല. പിന്നെ ഹാരിസ് നൽകുന്ന മറ്റൊരു ചോദ്യം, ജിന്നിനെ പൂജിച്ചും ജിന്നസേവകർക്ക് കീഴ്പ്പെടുത്താം എന്ന വാദപ്രകാരം കീഴ്പ്പെടുത്താമെന്ന് ആരും ഇവിടെ വാദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കീഴ്പ്പെടുത്താൻ ആർക്ക് മാത്രമേ ഉള്ളൂ? കീഴ്പ്പെടുത്തി കൊടുത്തത് സുലൈമാൻ നബിക്ക് മാത്രമേ ഉള്ളൂ. ചില സഹായങ്ങളൊക്കെ ഒരു പക്ഷേ കിട്ടിയേക്കാം,
ജിന്നിനെ പൂജിക്കുന്ന ആളുകൾക്ക് അവന് ഇഷ്ടപ്പെട്ട കുറെ കുഫറും ശിർക്കും ചെയ്യും. അതിന് പകരമായിട്ട് അവൻ ചില സഹായങ്ങൾ ചെയ്യും. ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലുനബ്ബിഉക്കും അലാമൻ തനസ്സലു ശയാത്തീൻ, ശൈത്താൻ ഇറങ്ങി വരും, എന്നിട്ട് വിവരം കൊടുക്കും, അവർ ചെവി കൊടുക്കും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ ഭാരമുള്ള വസ്തുക്കൾ എത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ സുലൈമാൻ നബിയുടെ മുഅ്ജിസത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? സുലൈമാൻ നബിയുടെ മുഅ്ജിസത്ത് ഇന്നും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബിയുടെ നമസ്കാരം മുറിച്ച് കളയാൻ വേണ്ടി ഒരു ശൈത്താൻ മുമ്പിൽ ചാടി. അപ്പൊ നബി അവനെ പിടിച്ചു, കഴുത്തിന് പിടിച്ചു. കഴുത്തിന് പിടിച്ചിട്ട് അവന്റെ നാവിന്റെ നനവി എന്റെ കയ്യിൽ കിട്ടി. അവനെ ഈ മദീനയുടെ പള്ളിയിൽ കെട്ടിയിരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് സുലൈമാൻ നബിയുടെ വാക്ക് ഞാൻ ഓർത്തത്. എന്താണ്? പടച്ചോനെ, വേറെ ആർക്കും കൊടുക്കാത്ത ഹുക്കം എനിക്ക് നൽകണേ. അതുകൊണ്ട് ഞാൻ ആ ശൈത്താനെ വിട്ടയച്ചു. അപ്പൊ ശൈത്താനെ യഥേഷ്ടം കൈകാര്യം ചെയ്യുന്നത് സുലൈമാൻ നബിയുടെ മാത്രം പ്രത്യേകതയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ ശൈത്താനെ വിട്ടുകളഞ്ഞു എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ സുലൈമാൻ നബിയുടെ മുഅ്ജിസത്ത് ആർക്കും ഇവിടെ അനുകരിക്കാൻ പറ്റൂല. ഒരു സാഹിറിനും അനുകരിക്കാൻ പറ്റൂല, ഒരു ജ്യോത്സ്യനും അനുകരിക്കാൻ പറ്റില്ല. ആരും അങ്ങനെ പറയുന്നില്ല. പിന്നെ ഇന്നൊരാൾക്ക് ജിന്നുബാധയുണ്ടായാൽ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു, ഉറപ്പിച്ചു പറയണമെങ്കിൽ റസൂലുള്ളാഹിക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ നമുക്ക് സംശയമുണ്ടെങ്കിൽ, അല്ല ലക്ഷണങ്ങൾ കണ്ടിട്ട് സംശയം തോന്നുകയാണെങ്കിൽ ഖുർആൻ ഓതി കൊടുക്കുക, പ്രാർത്ഥന ചൊല്ലി കൊടുക്കുക, റുഖ്യ നടത്താം, റുഖ്യ ശറയ്യ നടത്താം. അങ്ങനെ വിചാരിക്കപ്പെടുന്ന സന്ദർഭം എന്ന് കേമോലി പറഞ്ഞില്ലേ, അമനിമൊലി പറഞ്ഞില്ലേ, അതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ സ്കാനിങ് നടത്തി അറിയാം. ചോരയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്താം. ജിന്നുബാധരൻ എന്ത് ടെസ്റ്റ് നടത്തണം? ഒരു ടെസ്റ്റ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ബാധയുടെ ലക്ഷണങ്ങളായി നമുക്ക് തോന്നുന്നു. സാധാരണ ഭൗതിക രോഗത്തിന് ചില സിംറ്റംസ് ഉണ്ടാവും, ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. അത് ഡോക്ടറെ അടുത്ത് പോയാൽ ചികിത്സിക്കാനും പറ്റും. പക്ഷേ കോസും സിംറ്റവും തമ്മിൽ ബന്ധമില്ലാതെ കാണുമ്പോൾ ഖുർആൻ ഓതി വെക്കുക, അപ്പൊ സുഖം കിട്ടും. ചിലപ്പോൾ കുറേ ഓതേണ്ടി വരും. അതാണ് സഹാബി പതാ ചെയ്തത്. ഞങ്ങളടുത്ത് ഒരു ഭ്രാന്ത് ബാധിച്ച മൂസക്കുംബിൽ ഹദീദ്, ചെങ്ങലക്കെട്ട ഭ്രാന്തനുണ്ടാണ്. അപ്പോൾ ഓതി ചെയ്ത് ഫാത്തിഹ സൂറത്ത് നമ്മളങ്ങനെ ഓതി നോക്കി. അതല്ലാത്തൊരു ടെസ്റ്റ് ഇല്ല. ബാധയുണ്ടെന്നറിയാതെ എങ്ങനെ ചികിത്സിക്കും? സംശയമുണ്ടെങ്കിൽ ചികിത്സിച്ചാൽ മതി. ചികിത്സിക്കാൻ റുഖ്യ എപ്പോഴും നടത്താലോ. ഒരു ബാധയില്ലാന്ന് വിചാരിച്ചോ, വെറും പനിയാന്ന് വെച്ചോ, എന്നാ റുഖ്യ നടത്തണ്ടേ? നിങ്ങളെ കുട്ടിക്ക് നല്ലോണം പനിക്കുന്നു, ഡോക്ടറെ അടുത്തോട്ട് മരുന്നും വാങ്ങിയിട്ടുണ്ട്, എന്നാ റുഖ്യ നടത്തണ്ടേ? നടത്തണം. ഏത് രോഗം ഉണ്ടായ റുഖ്യ നടത്തണം. അപ്പൊ ഇതിന് മാത്രമല്ല, അപ്പൊ ബാധയോ മറ്റോ ആണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും, അതുകൊണ്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഒഴിഞ്ഞു പോകാതിരിക്കുന്നത്, ഇയാളടുത്ത് കൂടാൻ പറ്റിയ ലക്ഷണ യോഗ്യതകൾ ഇയാൾക്ക് ഉണ്ടാവും. ശൈത്താൻ ഇരിക്കാൻ പറ്റിയ ജാതി വൃത്തികെട്ട സ്വഭാവങ്ങളും ഹറാമും കുഫ്റും അയാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകില്ല. അത് അയാൾ ശരിയാകണം. ഒരാൾക്ക് പലവിധ രോഗമുണ്ടെങ്കിൽ ഏതെല്ലാം രോഗങ്ങളാണ് ജിന്നുബാധ, ഏതെല്ലാം രോഗങ്ങളാണ് ബാക്ടീരിയ മൂലമെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ബാക്ടീരിയയും വൈറസും ഒക്കെയാണ് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതന്നെ പലപ്പോഴും തെറ്റാറില്ലേ? ഇപ്പൊ നമുക്കറിയാം, ഒരാൾക്ക് TB ആണെന്നും പറഞ്ഞിട്ട് 6 മാസം ഗുളിക കുടിക്കും. അവസാനം വേറെ ഡോക്ടറെ ചെല്ലുമ്പോൾ ആരങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നെ TB ആണ്, ഏതവയാണ് വലിച്ചെറിയാന്നുണ്ട് അല്ലേ? അങ്ങനെ മരിക്കണില്ല എത്ര ആളുകൾ? രോഗം തെറ്റി നിർണയിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ട് മരിക്കണില്ലേ? അതിന്റെ അർത്ഥം അലോപ്പതി തെറ്റാണ്. അലോപ്പതി തെറ്റാണ്. അവിടെ ആൾ മരിച്ചു, ഇവിടെ ആൾ മരിച്ചു, ആശുപത്രിയിൽ ആൾ മരിച്ചു, ഈ ആശുപത്രിയിൽ. അതൊക്കെ ചികിത്സിക്കുന്ന ആളുകളെ ദോഷാണ്. മുറിവൈദ്യന്മാരില്ലേ, മുറിവൈദ്യന്മാരെ കൊണ്ട് പലപ്പോഴും എന്തുണ്ടാവും? രോഗി ആപത്തിൽപ്പെടും. ഇതുപോലെ ചികിത്സിക്കാൻ അറിയാത്ത ആളുകൾ പലതും, റുഖ്യ നടത്താൻ അറിയാത്ത ആളുകൾ പലതും കാട്ടുന്നുണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ. ഉത്തരം മുട്ടുമ്പോൾ യുക്തി ചോദ്യം എന്ന് പറഞ്ഞു കഴിയുന്ന ഖുറാഫി രീതി വേണ്ട. ഹാരിസ് അണങ്കൂർ, ഹാരിസേ, നമ്മളൊക്കെ ഇനി കണ്ടുമുട്ടേണ്ടവർ തന്നെയാണ്. ദേ പറഞ്ഞിരിക്കുക അതൊക്കെ. പിന്നെ ഹാരിസ് ചെറുവിന്റെ വീണ്ടും ചോദ്യം, ജിന്നിനോടൊപ്പം കാറ്റിനെയും സുലൈമാൻ നബിക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തില്ലേ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൽ അഭൗതികത ഇല്ലെങ്കിൽ കാറ്റിന്റെ കഴിവിൽപ്പെട്ടതാണല്ലോ അതിവേഗത്തിൽ വീശുക എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റിനോട് എന്നെ ഒന്ന് ഷാർജയിൽ എത്തിച്ചേരണമെന്ന് തേടാമോ? ആരാ തേടാന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ജിന്നിന് സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് നമുക്ക് ജിന്നിനോട് സഹായം തേടാൻ ആരാണ് ഹാരിസ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദൂരത്തുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാനും മറ്റും ജിന്നിന് പ്രകൃത്യാ കഴിവുണ്ടെന്ന് സുലൈമാൻ നബിയുടെ നിന്ന് മനസ്സിലാവും. പക്ഷെ കീഴ്പ്പെടുത്തി കൊടുത്ത ആർക്കും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ള ചെയ്യിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതെല്ലാം ഊഹത്തിന്റെ ചോദ്യങ്ങളാണ്. ഊഹം പറ്റൂല എന്ന് പറയും ചെയ്യാം, ഊഹിച്ചിട്ട് ചോദ്യം ഉണ്ടാക്കുകയും ചെയ്യാം. അതിൽ ശിർക്കില്ലേ? പാസ്പോർട്ടും വിസയും ഒന്നും ആവശ്യമില്ലല്ലോ. ഇതെല്ലാം സലാം സുല്ലമി ശവാബിൽ എഴുതിയതാണ്. അത് എൻ്റെ സഹോദരൻ എടുത്തെടുത്താണ്. വിജനമായ സ്ഥലത്ത് നിന്നും ജിന്നിനോടും മലക്കിനോടും തന്നെ അബൗദികത ഇല്ലെങ്കിൽ ശിർക്കില്ലെങ്കിൽ തേടുന്നതിൽ എന്താണ് കുഴപ്പം? അങ്ങനെ ഒരാൾ തേടിയാൽ ഇങ്ങനെ എപ്പോഴും തേടാന്നെന്തേ പറഞ്ഞ ആ ഒരു പ്രശ്നത്തിൽ യാ ഇബാദല്ലാ അഈനൂനി എന്ന ആ വാക്ക് പറയാൻ മാത്രമാണ്, അല്ലാതെ എന്തും ചോദിക്കാന്ന് എപ്പോഴും പറയാന്നല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കല്ല ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇമാം അഹമ്മദ് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ വഴിതെറ്റി. 5 ഹജ്ജിന് പോയിട്ട് അദ്ദേഹം ഒരിക്കൽ വഴിതെറ്റി. അപ്പൊ അദ്ദേഹം യാ ഇബാദല്ലാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു കിട്ടി. ഇമാം അഹമ്മദ് മുശ്രിക്കായോ?
എന്തായി പറയണത്? ഇമാം നവവി ഇതെടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു എന്റെ ഉസ്താദുമാർ പലരും അത് ചെയ്തിട്ടുണ്ട്. അവർ മുശ്രിക്കാവോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ അത് സ്വഹീഹാണെന്ന് വിചാരിച്ചാൽ പോലും ശിർക്കില്ല അതിൽ. ഇപ്പൊ ഒരു ഹദീസ് ലഈഫാണെന്നും മനസ്സിലാകാത്ത ഒരാൾ സ്വഹീഹാണെന്ന് വിചാരിച്ച് അതിന് അമൽ ചെയ്താലും തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ അതിന് അമൽ ചെയ്ത്. ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് സ്വഹീഹായ പരമ്പരയോടെ വന്ന സംഭവം അത്. അപ്പൊ അതൊക്കെ നമ്മൾ ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. മരുഭൂമിയുള്ള മലയാളി മലയാളത്തിൽ തേടിയാലും കന്നഡക്കാരൻ കന്നഡയിൽ ആരവിടെ തേടണം? ഇതൊക്കെ ഉണ്ടാക്കുകയാണ് വെറുതെ. തമിഴിൽ തേടിയാലും സായിപ്പ് ഇംഗ്ലീഷിൽ തേടിയാലും തൊട്ടടുത്തുള്ള ജിന്ന് കേട്ട് സഹായിക്കുമോ? അങ്ങനെ തേടണം എന്ന് ആരാ പറഞ്ഞു? തേടുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കാന്ന് അർത്ഥം അല്ലെ? തേട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? പ്രാർത്ഥന. എപ്പോഴാ പ്രാർത്ഥനയാകുന്നത്? അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും മനസ്സിലുണ്ടാവുമ്പോൾ അപ്പോഴല്ലേ പ്രാർത്ഥനയാണ്. എന്താണ് ആ വിനയത്തിന്റെ താഴ്മയുടെയും രൂപം? എന്താ? ഞാൻ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്റെ വിളി കേൾക്കും, അത് കേൾക്കാൻ സാധിക്കും, ഉത്തരം ചെയ്യാൻ സാധിക്കും എന്ന ഒരു അഭൗതികമായ വിശ്വാസം തേടപ്പെടുന്നതിനെ പറ്റുന്നതാണ്. അപ്പോഴേ പ്രാർത്ഥനയാകുള്ളൂ. ഇവിടെ ഉച്ചത്തിൽ വിളിച്ചിട്ട് ഒച്ച കേൾക്കുന്നിടത്ത് വണ്ടിയേരിയോ എന്ന് പറയുന്ന മാതിരത്തിൽ വർത്താനാണ്. അതിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ശിർക്കില്ല എന്ന് പറഞ്ഞത്. ഒരു പ്രാർത്ഥനയാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിൽ ഇപ്പൊ പ്രാർത്ഥന കേൾക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കണോണ്ട് ഒച്ച കേൾക്കാൻ കഴിയൂല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ജിന്നെ രക്ഷിക്കണേ എന്നാൽ ജിന്ന് കേൾക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിലുള്ള അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ ആർക്കേ മനസ്സിലാവുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായി നമ്മളെ മനസ്സിലുള്ളത് വായിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് ജിന്നിനോ മലക്കിനോ സാധിക്കുന്നു വിചാരിച്ചാൽ ശിർക്കായി. അതാണ് പ്രാർത്ഥന കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യൂല എന്ന് പറഞ്ഞ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ തേടണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ജിന്നിനോടും മലക്കിനും തൊട്ടടുത്ത് തേടപ്പെടുന്ന എല്ലാ ഭാഷയും അറിയാമോ? ഇങ്ങനെ ഉണ്ടാക്കന്നെ എല്ലാ തേട്ടവും നിറവേറ്റാൻ സാധ്യമാണ്. ആരാതൊക്കെ പറഞ്ഞത്? ആ ഹദീത്ത് ഇപ്പോ സഹീഹാണെന്ന് വെച്ചോ മലക്കിനെയോ ജിന്നിനെയോ അള്ളാഹു വിജന സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ വഴിതെറ്റി ആരെങ്കിലും യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആ കോഡ് ഭാഷ പറഞ്ഞാൽ അവർക്ക് അതിന്റെ ആ ഭൗതിക സഹായം കിട്ടും. അത് ഭൗതിക സഹായമാണ്, അഭൗതികല്ല, അതിൽ ശിർക്കില്ല. ഇതാണ് ഈ ഹദീസിനെ കുറിച്ച് മുൻഗാമികളൊക്കെ പറഞ്ഞത്. അത് നമ്മളും പറഞ്ഞു എന്ന് മാത്രമല്ല. അതിനാണ് ഞാൻ മുൻഗാമികളുടെ ഇതൊക്കെ എടുത്ത് ഉദ്ധരിച്ചത്. പിന്നെ ഇവിടെ ഒരു ജിന്നുണ്ടോ നമുക്കറിയോ? ഇപ്പൊ ചില ആള് സലാം സുല്ലമിയറ എന്റെ ഷെഡി ഇവിടുന്ന് നീക്കാൻ പറ്റുമോ? മൂപ്പര് പറയാ ഇവിടെ ജിന്നുണ്ടോ എന്ന് നമുക്കറിയോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ജിന്നിന് നീക്കാൻ കഴിവുള്ള ഇന്ന് നമുക്കറിയോ? അപ്പൊ അത് അസംഭവ്യമാണ്. ജിന്നിനെയും മലക്കിനെയും സഹായത്തിന് ഭൗതിക സഹായത്തിന് വിളിക്കാൻ അസംഭവ്യമാണ്. നമുക്ക് ഇവിടെ ജിന്നുണ്ടെന്ന് മനസ്സിലാവുമോ? ഇനി ഉള്ള ജിന്നിന് ആ കഴിവുണ്ടെന്ന് മനസ്സിലാവുമോ? പിന്നെ എങ്ങനെയത്? അപ്പൊ അത് അസംഭവ്യമായ കാര്യമാണ്. അതുകൊണ്ട് വെറുതെ ഓരോ ആളുകൾ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കി ചോദ്യം ഉണ്ടാക്കുന്നതിൽ ഒരു അർത്ഥമല്ല. ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നോട് മാത്രം സഹായം അർത്ഥിക്കൽ എന്ന വാക്യം മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവത്തോടല്ലാതെ മറ്റൊരു നാം സഹായത്തെ അഭ്യർത്ഥിക്കുമെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യശക്തിയിൽ അടങ്ങിയ ശക്തികളിൽ മനുഷ്യർ പരസ്പരം സഹായത്തെ അർത്ഥിക്കുന്നതിന് വിരോധമില്ല. ആയിപ്പെട്ടതായി പറഞ്ഞോക്കെ സൽക്കർമ്മങ്ങളിൽ അന്യോന്യം സഹായിക്കാൻ ഖുർആൻ തന്നെ ശാസിക്കുന്നു. മനുഷ്യശക്തിക്ക് അധീനമല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടല്ലാതെ മറ്റാരോടെങ്കിലും സഹായത്തെ അർത്ഥിക്കുന്നത് അവരെ ആരാധിക്കുന്നു, അവർക്ക് ദിവ്യത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിന്റെ ഫലമാകയാൽ അന്യരെ ആരാധിക്കുന്നവരെ പോലെ തന്നെ അവരോട് മനുഷ്യശക്തിക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ സഹായത്താർത്ഥിക്കുന്നവരും അവരെ ദൈവത്തോട് സാദൃശ്യപ്പെടുത്തുകയുമാകുന്നു. വക്കം മൗലവി 1921 പ്രഥമ മുജാഹിദ് പറഞ്ഞ വാചകം ഉമർ മൗലവി എടുത്തുദ്ധരിച്ചാണ്. ഒരു നൂറ്റാണ്ട് അടുത്തപ്പോഴേക്കും നിങ്ങൾ സിട്ടി കഴിവിനപ്പുറം എന്നാക്കിയില്ലേ? ഞാനിവിടെ ഉദ്ധരിച്ചു 1944 തൗഹീദിലുള്ളത്, 1950 പരപ്പനങ്ങാടി സംവാദത്തിൽ KJU നേരിട്ട് എഴുതി കൊടുത്തത്. ആ 25 കൊല്ലം കൊട്ടപ്പുറത്ത് വന്ന് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി. ഇതെല്ലാം മടവൂരികൾ നിങ്ങൾ ആവർത്തിക്കുകയാണ്. എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാം, നിങ്ങൾ മടവൂരികൾ പറഞ്ഞത് ഇടവും വല്ലതും നോക്കി അത് എടുത്ത് ഉദ്ധരിക്കരുത്. ഇതൊക്കെ ഈ 3-4 തെളിവ് പറഞ്ഞിട്ടും നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 2010 മാർച്ചിലെ ഇസ്ലാഹിൽ അൻവർ അബൂബക്കർ ഇതെന്താന്ന് ഒന്ന് വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുബാധയുള്ള കുട്ടിയെ ബഷീർ കൊലുമ്പാടി ദഅവാ കൺവീനർ KNM കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് KNM കൊലുമ്പാടി ശാഖ മൂപ്പരെ എല്ലാ സ്ഥാനങ്ങളും എഴുതിയിട്ട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുബാധയുള്ള കുട്ടിയെ അടിച്ചിറക്കി ചികിത്സിച്ചു എന്ന സഹിഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരാൾക്ക് ജിന്നുബാധ അടിച്ചിറക്കൽ അടിക്കാന്ന് പറയാൻ മാത്രം ഞാൻ പറഞ്ഞു നെഞ്ചത്തൊരു കൊട്ടി നെഞ്ചത്താ ഇരിക്കണെന്ന് റസൂലിന് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവൂ? ഇല്ലല്ലോ. അതിന് അടി എന്ന് പറയാൻ മാത്രമല്ല, അത് വെച്ചിട്ട് വലിയ അടിയടിക്കാൻ ഒരു തെളിവില്ല. സഹാബികൾ ആരെങ്കിലും അത് മാതൃകയാക്കിയിട്ട് അടിച്ച ഒരു തെളിവില്ല. അതുകൊണ്ട് തന്നെ അടി ഒരിക്കലും ഈ ചികിത്സയിലില്ല. അടിച്ചാലേ റുഖയാകൂന്ന് ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇവിടെ ചോദിച്ചിട്ട് നിങ്ങളെ പ്രബന്ധത്തിൽ അങ്ങ് പറഞ്ഞിട്ടില്ലേ? എന്റെ പ്രബന്ധമായിരിക്കണത് 53 പേജുണ്ട്. ഇതിൽ അടിച്ചിറക്കണം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല.
എന്ന് മാത്രമല്ല, ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, റുഖ്യ എന്ന ഒരു ചികിത്സാ രീതി ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ ഇതിന്റെ 55-ാമത്തെ പേജിൽ പ്രത്യേക ശ്രദ്ധക്ക് റുഖ്യ കൊണ്ടുള്ള ചികിത്സയുടെ വിശദാംശങ്ങളെ കുറിച്ചുള്ള ചർച്ച ഈ പ്രബന്ധത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇങ്ങനൊരു ചികിത്സ ഉണ്ടോ ഇല്ല എന്ന തർക്കത്തിന് പരിഹാരമായാൽ ഈ ചികിത്സ എങ്ങനെ, എത്രത്തോളം എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി മറ്റൊരവസരത്തിൽ നാം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഒട്ടനവധി വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ അതിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും പരിശോധിക്കാം. വെറുതെ പറയാണ് ഞാനിതിൽ അടിച്ചിറക്കണം എന്ന് പറഞ്ഞത്. പിന്നെ അതിലുള്ള എന്താ അറിയോ, ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ആളയച്ചു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിശാച് ബാധയാണെന്ന് എനിക്ക് ബോധ്യമായൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്. അയാളെ ചികിത്സനെ പറ്റി നമ്മളെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ എനിക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കോളി. ഞാൻ അയാളെ ചികിത്സ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാ ഞാൻ അടുത്ത് പറഞ്ഞത്. അവർ പോയി നോക്കി, ഓതി കൊടുത്തു, ഇളകിയെന്ന് പറയുന്നു. അയാൾ പിന്നെ തിരിച്ചു വന്നു. ഈ ഹിഫ്ലുർ റഹ്മാൻ ചികിത്സിക്കണം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം മടവൂരികളെയും ജുബൈർ മങ്കടയുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് ഈ വിഷയം വന്നപ്പോൾ അത് മാത്രം എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല. പിന്നെ അയാൾ KNM വിമർശിക്കാൻ തുടങ്ങി. KNM പേരെടുത്ത് വിമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു KNM എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഏതെങ്കിലും ചില വ്യക്തികളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് KNM പേരിൽ പറയാൻ പാടില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഹിഫ്ലുർ റഹ്മാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ എൻ്റെ കത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തെ ചികിത്സ ജിദ്ദയിലും ഞാൻ കണ്ടിട്ടില്ല, നാട്ടിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട നമ്മളെ ബാധ്യതയാണ്. നമ്മളിത് ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് പലരും പലതും ചെയ്യുന്നതിനെ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ നമുക്ക് പറ്റാത്തത്. അത് ശരിയാണെന്നും പറയാൻ പോകാനുള്ള അപ്പൊ നമ്മൾ ചർച്ച ചെയ്തപ്പോ 10 പണ്ഡിതന്മാരിരുന്നിട്ട് ചർച്ച ചെയ്തു. അൽഹംദുലില്ലാ വളരെ സന്തോഷപൂർവ്വം ഞാനുണ്ട്. അബ്ദുറഹ്മാൻ സലഫി ഉണ്ടായിരുന്നു, അനീഫ് കായക്കൊടി, അനസ് മൗലവി, ശംസുദ്ദീൻ ബാലത്ത്, അബൂബക്കർ സലഫി, എന്നോടൊപ്പം ജംസ മദീനി, ഷമീർ മദീനി, പിന്നെ PN അബ്ദുൽ ലത്തീഫ് മോനിയും പറപ്പൂർ കുഞ്ഞുമുഹമ്മദ് മോനി പറപ്പൂർ. അപ്പൊ എല്ലാവരും ചർച്ച ചെയ്ത് അപ്പോൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന ഞാൻ ഈ പ്രബന്ധത്തിൽ പറഞ്ഞ അനുസരിച്ചുള്ള ചർച്ച നടന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് ചർച്ചകൾ ഉണ്ടാവും. പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, പ്രബോധകരുടെ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ നമ്മൾ ചേരി തിരിയാൻ പാടില്ല. അത് നല്ലോണം മനസ്സിലാക്കണം. ഇപ്പോൾ നമസ്കാരത്തിന്റെ മസ്അലകളെ കുറിച്ച് നമ്മളെ ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അതിന്റെ പേരിൽ ഓരോ അഭിപ്രായത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കില്ല. നമ്മൾ തൗഹീദ് പ്രബോധനത്തിന് വേണ്ടി ഒരുമിച്ചോടെ പ്രവർത്തിക്കേണ്ടവരല്ലേ. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ പേരിൽ നമ്മൾ ചേരി തിരിയാൻ പാടില്ല. എന്റെ പേരിൽ ആരും ചേരി ഉണ്ടാക്കണ്ട, അബ്ദുറഹ്മാൻ സലഫിന്റെ പേരിൽ ആരും ചേരി ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു ചേരി ഉണ്ടാക്കാൻ ആരും അനുവദിക്കുകയുമില്ല എന്ന് പ്രത്യേകമായി എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ അടിച്ചിറക്കൽ ചികിത്സ നടത്താമോ എന്ന് ചോദിച്ച ശേഷം നടത്താമെങ്കിൽ നടത്താന്നില്ല. KJUൽ സക്കരിയ സലാഹി ഈ വാദം പ്രബന്ധം അവതരിപ്പിക്കുകയും മറുഭാഗത്ത് ഹനീഫ് കായക്കൊടി, അനസൂലി എന്നിവർ പ്രബന്ധം അവതരിപ്പിക്കുകയും സക്കരിയയുടെ പ്രബന്ധത്തിനെതിരെ ഹനീഫ് അനസിന്റെ പ്രബന്ധം KJU അംഗീകരിക്കുകയും തദടിസ്ഥാനത്തിൽ KJU ഇറക്കിയ സർക്കുലറിനെതിരല്ലേ, ഇത് സംഘടനാ വിരുദ്ധമല്ലേ? സഹോദര ബഷീർ സാഹിബേ, എന്താണ് എഴുതിയതൊക്കെ? നിങ്ങൾക്ക് വല്ലതും അറിയോ? എന്റെ പ്രബന്ധത്തിന് മറുപടി അല്ല ഹനീഫിന്റെ പ്രബന്ധവും അനസിന്റെ പ്രബന്ധവും. 2 പ്രബന്ധത്തിലും സഹകരിച്ച ആളാണ് ശംസുദ്ദീൻ പാലത്ത്. അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കൂ. മാത്രമല്ല അടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്രബന്ധത്തിലാണ്. അവരുടെ പ്രബന്ധത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഉഖ്റുജ് അദുവല്ലാ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, വേറൊന്നും പറയാൻ പാടില്ല. അടിക്കുന്നതിനെ ഷെയ്ഖ് അൽബാനി എതിർത്തുന്ന ഒരു ഉദ്ധരണിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങൾ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണന പ്രബന്ധം കൊടുത്തതല്ല. ഞങ്ങളോട് പ്രബന്ധം ചെയ്യും. എന്റെ പ്രബന്ധം അവർ കണ്ടിട്ടില്ല. അവർ കൊടുക്കുമ്പോ മനസ്സിലാക്കണം, എന്റെ പ്രബന്ധം ഞാൻ കൊടുത്തു. അവർ പ്രബന്ധത്തിൽ ശംസുദ്ദീൻ പാലത്ത്, അനീഫ് കായക്കൊടി, അനസ് മൗലവി, മജീദ് സലാഹി അവർ വിജ്ഞാനപരമായ ചർച്ച നടക്കട്ടെ. ചില വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് കിട്ടില്ല. അവർ കൊടുക്കുമ്പോ മനസ്സിലാക്കണം, എന്റെ പ്രബന്ധം ഞാൻ കൊടുത്തു. അവർ പ്രബന്ധത്തിൽ ശംസുദ്ദീൻ പാലത്ത്, അനീഫ് കായക്കൊടി, അനസ് മൗലവി, മജീദ് സലാഹി അവർ വിജ്ഞാനപരമായ ചർച്ച നടക്കട്ടെ. ചില വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് ഇത് മാറരുത് എന്ന നിലക്ക് അവർ കൊടുത്ത പ്രബന്ധമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ പ്രബന്ധത്തിനെതിരല്ല അവരുടെ പ്രബന്ധം, അവരുടെ പ്രബന്ധത്തിനെതിരല്ല എന്റെ ബന്ധം. മാത്രമല്ല ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, അങ്ങനെ 2 കൂട്ടരുടെ പ്രബന്ധം ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് അതവിടെ വെച്ചാളി എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് പോലും. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണന പ്രബന്ധം എഴുതിയെന്ന് ആരും പറയേണ്ടതില്ല. എന്റെ പ്രബന്ധം തള്ളുകയും അവരുടെ പ്രബന്ധം സ്വീകരിക്കുന്നതൊക്കെ ചെയ്ത് അതെല്ലാം ചില ധാരണകൾ തെറ്റാണ്. അങ്ങനെ ഒരു പ്രബന്ധം അംഗീകരിക്കുക, ഒരു പ്രബന്ധം തള്ളുകയൊന്നും ചെയ്തില്ല. 2 പ്രബന്ധവും പഠിച്ച് ജമിയത്തിന്റെ തീരുമാനത്തിൽ തന്നെയുള്ള എന്താ
ഇത് കണ്ടോ, നേരത്തെ ഇവിടെ CL വായിച്ചതിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കണം. ഇതാ, മതപ്രബോധന രംഗത്ത് ജിന്ന് പിശാച് സിഹിർ വിഷയങ്ങൾ ഏതാനും വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു. അത് മടവൂരികൾ ഉണ്ടാക്കിയതാ. തുടർന്ന് കേരള ജമിയത്തുലമ ഈ വിഷയമായി പലതവണ ചർച്ചയും ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. പ്രബോധന രംഗത്ത് സ്വീകരിക്കുന്ന നിലപാട് KNM മുഖേന വ്യക്തമായി കൊടുക്കാനും ഈ വിഷയമായി അമാനി മൗലവി പ്രസിദ്ധീകരിച്ച തഫ്സീറിന്റെ വാൾ പുനഃപ്രസിദ്ധീകരിക്കാനും KNMനോട് ആവശ്യപ്പെടുകയും KNM നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രസ്തുത വിഷയങ്ങളെപ്പറ്റി ഗുണകരമല്ലാത്ത ചർച്ചകൾ പ്രബോധന രംഗത്ത് വ്യാപിച്ചു. അപ്പോൾ KJ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും അതിൽ തീരുമാനമെടുക്കാൻ KJU KNM പ്രസിഡന്റ് സെക്രട്ടറിമാരും ഫത്വ ബോർഡ് ചെയർമാൻ ഉൾപ്പെടുന്ന ജൂറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ജൂറിയുടെ മുമ്പിൽ ലഭിച്ച 2 പ്രബന്ധങ്ങളും സവിസ്തരം പഠിച്ച ശേഷം പ്രബന്ധകർത്താക്കളുമായി പ്രത്യേകം ചർച്ച ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന കാര്യങ്ങൾ, ആരെങ്കിലും പ്രബന്ധം സ്വീകരിച്ചതോ ആരെങ്കിലും പ്രബന്ധം തള്ളിയതോ ഇതിൽ പറയുന്നു. രണ്ടും പഠിച്ചിട്ട് അവരെത്തിയ നിലപാടാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഹദീസ് സെമിനാറിൽ നിങ്ങൾ പറയുന്ന സഹിയായ ഹദീസുകളുടെ മത്നുകളെല്ലാം സ്വീകാര്യമാണ് എന്ന തത്വത്തിനെതിരല്ലേ? എന്താ ഈ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല. സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് നടത്തേണ്ടതല്ലേ? നടത്തേണ്ടതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ നെഞ്ചത്തൊരു കൊട്ടുകൊട്ടി എന്നതാണ് ഉള്ളത്. അതൊരടിക്കുള്ള തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഒരു സഹാബിയും അതിന്റെ പേരിൽ അടിച്ചിറക്കൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തെളിവായി ഉദ്ധരിക്കാൻ ആരും മെനക്കെടേണ്ട ആവശ്യമില്ല. അതൊരിക്കലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. റസൂലിനെ പിൻപറ്റിക്കൊണ്ട് സഹാബികൾ ആരെങ്കിലും അങ്ങനെ അടിച്ചതുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. റസൂൽ ചെയ്തിട്ടുണ്ട്. റസൂലിനത് മനസ്സിലാകും, ഇന്ന സ്ഥലത്താ ശൈത്താനുള്ളത്, അപ്പൊ അവിടെ അടിച്ചു നബി. നമുക്കത് അറിയില്ലല്ലോ ശൈത്താൻ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെന്ന്. മൈക്കില്ലാതെ പറഞ്ഞാൽ കേൾക്കും. പറഞ്ഞിട്ട് സമ്മതിക്കാണ്. കാരണം അവർ വേറെ സ്ഥലത്ത് ഏറ്റതാണ് എന്ന് പറഞ്ഞു. മൈക്ക് വേറെ സ്ഥലത്ത് അവര് പിന്നെ ഇന്ന് രാത്രി കൊണ്ടു ചെല്ലാൻ ഏറ്റിട്ടുണ്ട്. അത് അവര് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം എട്ടും. അപ്പൊ അതുകൊണ്ട് KJU 2 പ്രബന്ധങ്ങളും പഠന വിധേയമാക്കിയിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കഴിയട്ടെ, സിമ്പിളൊക്കെ ചിരിക്കാം. ഇതിലേതെങ്കിലും ഉപയോഗിക്കാത്തുണ്ടോ നോക്കിയട്ടെ. ഏതാണ് ഇത് 2007 ഏപ്രിൽ ഇസ്ലാഹിൽ പേജ് 42 അബ്ദുൽ ജബ്ബാർ അവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ ഇനി വായിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചോദിച്ചിരിക്കുന്നത്, മണ്ണാർക്കാട് സംവാദത്തിൽ സമസ്തക്കാരോട് ലൈഫാണെന്ന് വാദിച്ചില്ലേ, ലൈഫായ ഹദീസിനെ മത്തിന് സ്വീകരിക്കാമോ? ആരെ പറഞ്ഞ് സ്വീകരിക്കാന്ന്? സഹീഹാണെങ്കിൽ പോലും അതിൽ പ്രാർത്ഥന ഇല്ലാന്ന് മുമ്പേ നമ്മളെ മുഹദ്ദിസീങ്ങളും സലഫി പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ അബ്ദുൽ ബറോലി പറഞ്ഞു എന്നുള്ളൂ. ഇസ്ലാഹിൽ എഴുതിയ വാദം ശിർക്കല്ലേ, തെറ്റല്ലേ, പിൻവലിക്കുമോ? അത് ശിർക്കാണെന്ന് കേരള ജമിയത്തുലമയോ KNMോ തെളിയിച്ചു കൊടുത്താൽ അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറാണ്. അങ്ങനത്തെ ഒരു ചർച്ച യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ജിന്ന് സേവകർ ജിന്നിനെ പൂജിച്ചാലും ആരാധിച്ചാലും സഹായിക്കും, പ്രാർത്ഥിച്ചാൽ സഹായിക്കില്ല എന്നത് ആരാധന പ്രാർത്ഥന ഉണ്ടാക്കലല്ലേ? പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന സഹിയായ ഹദീസിന്റെ ആശയം നിഷേധിക്കുമോ? പ്രാർത്ഥിച്ചാൽ സഹായിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ആരാധന നിർവഹിച്ചാൽ സഹായിക്കുക? ഇത് ഹദീസ് നിഷേധമല്ലേ? നീലപുസ്തകത്തിൽ പ്രാർത്ഥിച്ചാലും സഹായിക്കും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഉത്തരവും സഹായവും രണ്ടാണോ? എന്തിനാണ് ആടിനെ പട്ടിയാക്കുന്ന ഖുറാഫി തന്ത്രം? ഇത് ശരിയായ മടവൂരികളെ വാദെടുത്തു കൊടുത്തതാ. മടവൂരിസത്തിൽ വെള്ളം ചേർക്കാത്ത വാദം. വാസ്തവത്തിൽ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ശൈത്താന്മാര് അവരെ പൂജിക്കുകയും അവരെ സേവിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പല സഹായം ചെയ്യുന്നു. ഖുർആൻ തന്നെ പറഞ്ഞ വാചകം എന്താ അറിയോ? ഇന്നാ ജഅൽന ശയാത്വീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. വിശ്വാസികളല്ലാത്തവർക്ക് പിശാചുക്കളെ നാം സഹായികളാക്കിയിരിക്കുന്നു.
അല്ലാഹ് പറഞ്ഞതാ. മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് കാഫിറുകൾക്ക് പിശാചുകളുടെ സഹായം ഉണ്ടാവുമെന്ന് ഖുർആനാ പറഞ്ഞു. ആ സഹായത്തിൽ പെട്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞു കട്ട് കേട്ട് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കൽ, അവരുടെ ജ്യോത്സ്യപ്പണി നടക്കാൻ വേണ്ടി. യഥാർത്ഥത്തില് ഒരു ആള് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരെ പ്രാർത്ഥന കേൾക്കാനോ ഉത്തരം ചെയ്യാനോ ജിന്നിനോ മലക്കിനോ ഒന്നും കഴിയില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അത് മനസ്സിലുണ്ടാകുന്നതാ. അത് മനസ്സിലാക്കാൻ ജിന്നിന് കഴിയോ? മലക്കിന് കഴിയോ? അല്ലാഹ്ക്കല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആർക്കും പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ഒച്ച കേട്ടിട്ട് കാര്യമില്ലല്ലോ, അവന്റെ മനസ്സ് വഹിക്കാൻ പറ്റുമോ? സാധിക്കൂല. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഭൗതിക സഹായം ചിലപ്പോ പ്രാർത്ഥിക്കപ്പെട്ട ആൾ ചിലപ്പോൾ ചെയ്തു കൊടുത്തേക്കാം. ഉദാഹരണം, സായിബാബയെ ഒരാൾ ഇവിടെ തന്റെ പൂജാമുറിയിൽ നിന്ന് അങ്ങനെ വിളിച്ചു തേടി. സായിബാബക്ക് കേൾക്കാൻ കഴിയോ? ഉത്തരം ചെയ്യാൻ കഴിയോ? കഴിയൂല. പക്ഷേ കൂട്ടത്തിൽ അയാൾ സായിബാബയെ എനിക്കൊരു ജോലി തരണേന്ന് പറഞ്ഞു. പുട്ടപർത്തിയിൽ നേരിട്ട് പോയിട്ട് പറഞ്ഞു എനിക്കൊരു ജോലി വേണം. അദ്ദേഹം ഒരു ജോലി കൊടുത്തു. വേറൊരാൾ വന്നിട്ട് എനിക്കൊരു വീട് തരണേന്ന് പറഞ്ഞു. ആൾക്കൊരു വീട് കൊടുത്തു. അപ്പോഴോ? അപ്പൊ പ്രാർത്ഥിക്കുന്ന മഹാൻ ഭൗതിക സഹായം ചെയ്തു. ഇപ്പൊ എന്തൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്, അള്ളാഹു അല്ലാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ശരിയാണ്, ഭൗതിക സഹായം ചെയ്യാൻ കഴിയൂല. ഭൗതിക സഹായം ചെയ്യാൻ കഴിയൂലേ? ചിലപ്പോ സഹായിച്ചേക്കാം. അപ്പോ ശ്രീ ശ്രീ രവിശങ്കരെ പൂജിക്കുന്ന ഒരാള് അവന് 500 റുപ്യ കൊടുക്കുകയായിരുന്നു. അപ്പൊ നല്ല വിശപ്പാണേ, കുറച്ച് പൈസ തരണേന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ സഹായിക്കും. ഇങ്ങനെയുള്ള ഭൗതിക സഹായങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷെ എന്താവൂല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഇത് പ്രാർത്ഥനയും അതുപോലെ ആരാധനയും വേറെയാക്കലല്ല. ആരാധനയിൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഇതിലൊന്നും ഒരു തർക്കമല്ല. ഇതെല്ലാം വെറുതെ ഉണ്ടാക്കുന്ന. ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യുക എന്നതോ കേൾക്കുക എന്നതോ അവർക്ക് സാധ്യമല്ല. അതേസമയം ഇങ്ങനെയുള്ള ഭൗതിക സഹായങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. അതാർക്കും നിഷേധിക്കാൻ പറ്റുമോ? സായിബാബ പല ഭൗതിക സഹായവും അവന്റെ അനുയായികൾക്ക് ചെയ്യുന്നില്ലേ? അപ്പൊ ഒരു നേർക്ക് നേരത്തെ ഒരു ഒലിയിന്റെ അടുത്ത് പോയിട്ട് ഒലിയിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഭൗതികമായി എന്തെങ്കിലും ചോദിച്ചാൽ അത് കൊടുക്കൂലേ? അപ്പൊ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഭൗതിക സഹായം ചെയ്യാൻ സാധിക്കൂല എന്നാണോ? അഭൗതികമായ സഹായം പടച്ചോന് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ സാധിക്കൂല. ദൂരെ സ്ഥലത്തിരുന്നും ഇവിടെയുള്ള ആളെ സഹായിക്കുക, ഒരു കാര്യകാരണ ബന്ധങ്ങളും ഇല്ലാതെ, അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതന്നെ എല്ലാവരും പറയുന്നത്. ഇതെല്ലാം വിഷയത്തെ കൂട്ടിക്കുഴച്ചുകൊണ്ട് മടവൂരികൾ ഉണ്ടാക്കിയതാണ്. പ്രാർത്ഥിച്ചാൽ സഹായിച്ചേക്കാം, ചിലപ്പോ പ്രാർത്ഥിച്ചില്ലെങ്കിലും ചിലപ്പോൾ സഹായിച്ചേക്കാം. പക്ഷെ ഭൗതിക സഹായമാണ്. മനസ്സിലായില്ലേ? അഭൗതിക സഹായം ആർക്കും പറ്റൂല. പിശാച് രോഗമുണ്ടാക്കുമെന്ന് നൂലും മുറുക്കും കെട്ടിയാൽ പിശാച് ഉണ്ടാക്കിയ രോഗം പിശാച് തന്നെ ഇറക്കി കൊടുത്ത് സുഖപ്പെടുത്തി കൊള്ളും എന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹിയായ ഹദീസ് അഥവാ നൂലും മുറുക്കും കിട്ടിയാൽ രോഗം വർദ്ധിക്കും എന്ന ആശയത്തെ തള്ളുവഴി ഹദീസ് നിഷേധത്തിൽ തന്നെയാവില്ല. ഒന്നാം ഹദീസ് ലഈഫാണ്. വാഹിനത്തിന്റെ കുറിച്ചുള്ള ഹദീസ് വളയം കെട്ടിയ ആളോട് പറഞ്ഞല്ലോ ഇത് നിനക്ക് ഇത് വർദ്ധിപ്പിക്കുള്ളൂ, അത് ഹദീസ് ദുർബലമാണ്. ഒന്ന്. പിന്നെ ഖുർആനിലെ ഏത് ആയത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? പിശാച് രോഗമുണ്ടാക്കും എന്ന് പറയുന്നത് ശിർക്കാണോ? അല്ല. രോഗത്തിന് കാരണമാകുന്നു വിചാരിച്ച ശിർക്കാവൂല. എങ്കിൽ ആ പിശാച് വിട്ടുനിന്ന രോഗത്തിന് സുഖം കിട്ടുകയും ചെയ്യും. ചിലപ്പോ ഇപ്പോ ഏർവാടിയിലോ അല്ലെങ്കിൽ മമ്പറത്തോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ചില ആൾക്ക് പറയാണ് എനിക്ക് രോഗം സുഖം കിട്ടി എന്ന് പറയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് അവിടെ രോഗം സുഖപ്പെടുത്താൻ വൈദ്യശേഖനോ ബദരീങ്ങൾക്കോ ഏർവാടി തങ്ങൾക്കോ ഒന്നും ഒരു കഴിവില്ല. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് പിശാച് ഉണ്ടാക്കിയ തോന്നലായിരിക്കും. അവിടെ പോയാൽ ചില സുഖം കിട്ടിയെന്ന് പിശാച് മനസ്സിൽ തോന്നിക്കുമല്ലോ. അപ്പൊ എന്തായി? ഏർവാടി തങ്ങളെ പറ്റി ഇവന് വിശ്വാസമാവും. ഇവനും എന്റെ കുടുംബം ശിർക്കിലേക്ക് പോകും. പിന്നെ എല്ലാവരോടും പറയും അവിടെ പോയ രോഗന്മാർ അവിടെ പോയ അവൻ ആളുകൾ എങ്ങനെ റിക്രൂട്ട് ചെയ്യും? അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാക്കാൻ ചിലപ്പോ. അല്ലെങ്കിൽ അള്ളാഹ് എന്റെ രോഗം മാറാൻ നിശ്ചയിച്ച സമയത്ത് ചിലപ്പോൾ രോഗം മാറിയതാകും. പക്ഷെ ഓൻ വിചാരിക്കണം എന്താ ഏർവാടി പോയിട്ടാണ്. ഇനി മൂന്നാമതൊരു സാധ്യത, ശൈത്താൻ മൂലമുണ്ടായ രോഗമാണെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ ചെന്നപ്പോൾ ശൈത്താൻ വിട്ടു നിന്നേക്കാം. എന്തിനു വേണ്ടി? ഇവന് ഏർവാടി തങ്ങളുടെ വിശ്വാസമാകാൻ വേണ്ടി. അപ്പൊ ഏർവാടി തങ്ങളുടെ വിശ്വാസമായി ഏർവാടിത്തെ വെള്ളം അവിടുത്തെ നൂലേറ്റ് ഇങ്ങനെ ജീവിക്കും. പിന്നെയും കുറച്ചാലും കഴിഞ്ഞ് ഒന്നുകൂടി കയറും. അപ്പൊ പിന്നെ ഏർവാടി പോകും. അങ്ങനെ ഒരു കുടുംബത്തെ മുഴുവൻ ശിർക്കിൽ അകപ്പെടുത്താൻ ചിലപ്പോൾ പിശാച് ഇങ്ങനെയൊക്കെ കളിച്ചേക്കാം. മുവഹിദുകളായ നമ്മളതിന്റെ കാരണം കണ്ടെത്തല്ലോ. ഒരിക്കലും മാറൂല, ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടായിട്ടാണല്ലോ അവിടെ ആയിരക്കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ചില ഗുണങ്ങൾ കിട്ടിയിട്ടല്ലേ? അമ്പലത്തിലായാലും ചാരത്തിലായാലും ആളുകൾ പോകുന്ന അവർക്ക് ചില ഗുണങ്ങൾ കിട്ടുന്നത്. ആ ഗുണങ്ങൾ എന്താണ്? അതിന്റെ മേലത്തെ മൂടി നീക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനാ നമ്മൾ ഈ പറഞ്ഞു ഈ മൂന്ന് സാധ്യത. ഒന്നുകിൽ
അവിടെ പോയപ്പോൾ ശൈത്താൻ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ഇവരെ കൈകൊണ്ട് എന്റെ രോഗം മാറി. അപ്പൊ പിന്നെ അത് തോന്നലാകാം. രണ്ടാമത്തത് ശൈത്താൻ മൂലമുണ്ടായ രോഗമാണെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ ചെന്നപ്പോൾ ആ കേന്ദ്രത്തെ കുറിച്ച് ഇവന് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ശൈത്താൻ ഒരുപക്ഷെ വിട്ടു നിൽക്കുമ്പോൾ ശൈത്താൻ കയറിയിട്ടുണ്ടായ രോഗമാണ് ഈ വിട്ടുന്ന സുഖം കിട്ടുമല്ലോ. അപ്പോ അങ്ങനെയും ഉണ്ടാകാം. ഇതെല്ലാം ചില സാധ്യതകൾ നമ്മൾ പറയുന്ന എന്തിനാ? ഒരിക്കലും അവർക്ക് രോഗം മാറ്റാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ്. മനസ്സിലായില്ലേ? ഒരു ജാറത്തിലോ ഒരു അമ്പലത്തിലോ ഇപ്പൊ ശബരിമല പോയാലും ചിലർക്ക് രോഗം മാറുന്നുണ്ട് അല്ലേ? ധ്യാന കേന്ദ്രത്തിൽ പോയ രോഗം മാറുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു റമലയോ ഒരു സുഹറയോ ധ്യാന കേന്ദ്രത്തിൽ പോയി യേശു 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 എന്നാണ് പ്രാർത്ഥിച്ചിട്ട് അവൾക്ക് വയറുവേദന മാറുക. എന്നിട്ട് അവളെ പത്രത്തിൽ വരികയാണ് വചനോത്സവത്തിൽ എനിക്ക് രോഗം മാറി അവിടെ പോയി. എന്താ അവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ ജനങ്ങളോട്? ഇങ്ങനെ 3 സാധ്യത ഉണ്ട്. ഇതല്ലാത്തൊരു സാധ്യതയും. ഒരിക്കലും രോഗശാന്തി ശുശ്രൂഷ കൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ രോഗം മാറൂല. പിന്നെ ഇങ്ങനെ ചില സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ അതിനേക്ക് നമ്മൾ ആളുകളെ തെറ്റിദ്ധരിച്ചിട്ട് ഉറുക്കുന്നൂലും കെട്ടാൻ പ്രേരിപ്പിക്കാണ്. ഏർവാടി പോയാൽ രോഗം മാറും എന്ന് പറഞ്ഞു എന്നൊക്കെ പറയാ. ഏർവാടി പോയിട്ട് രോഗം മാറി എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ളത് ഇതായിരിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഏർവാടി തങ്ങൾക്ക് രോഗം മാറ്റാനുള്ള കഴിവില്ല. ബാദിശാ തങ്ങൾ രോഗം മാറ്റി കൊടുക്കൂല. അങ്ങനെ ബാദിശാ തങ്ങളെ വിളിച്ചു തേടുകയോ അയാൾ കൊടുത്ത ഉറുക്കോ അല്ലെങ്കിൽ ബാദിശാ തങ്ങളെ ജാറത്ത് കിട്ടുന്ന ഉറുക്കോ നൂലോ കെട്ടിയാൽ ശിർക്കാണത്. ഇത് നമ്മൾ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ശിർക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഭൗതികമായ ഫലം ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കാം എന്നൊരു സാധ്യത നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിന്നെ വേറൊന്ന് ഖുർആന്റെ അവതരണം നേരത്തെ വായിച്ചതാണ്, ഇതും വായിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സൗഹൃദമായ നിലയ്ക്ക് ചർച്ച ചെയ്യാതൊക്കെ ഇങ്ങനെ ഒരു വാശിയില്ലാതെ സൗഹൃദമായ നിലയ്ക്ക് ഞാൻ എന്താ പറഞ്ഞത്, അബ്ദുൽ ജബ്ബാർ മൗലവി എന്താ പറഞ്ഞത്, നമുക്കത് ചർച്ച ചെയ്തൂടെ? സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇത് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ നമ്മൾ പരിഹരിക്കണം. നമ്മൾ ഗ്രൂപ്പ് ചേരി തിരിഞ്ഞിട്ട് ഈ തൗഹീദ് പ്രബോധനത്തിന്റെ ശക്തി കെടുത്തരുത്, തളർത്തരുത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ സന്തോഷപൂർവ്വം വരാൻ തയ്യാറാണ്, സന്തോഷപൂർവ്വം ചർച്ച ചെയ്യാം. ഇതിൽ ദീനിന്റെ കാര്യമാണ്. എനിക്കും ഇതിൽ താല്പര്യമില്ല. ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ഭൗതികമായി ഇതൊന്നും കിട്ടൂല. അതുകൊണ്ട് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നമുക്ക് പറയാനുള്ള ഇതാണ്. ഇത് ആരുടെ മുമ്പിൽ എവിടെ വെച്ചും പറയാൻ തയ്യാറാണ്. അതുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റിയാണ്, എനിക്ക് മഹാ അബദ്ധം സംഭവിച്ചിരിക്കുന്ന ചില സഹോദരന്മാർ മെസ്സേജ് അയക്കുന്നു. ആയിക്കോട്ടെ, എൻ്റെ ഉസ്താദുമാർ ഇന്നും ജീവിച്ചിരിക്കുന്ന എപിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലുള്ള നമ്മളെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ എനിക്ക് തെളിയിച്ചു തരാണെങ്കിൽ പിന്മാറാൻ ഞാൻ തയ്യാറാ. ഇപ്പൊ സിഹിർ പരിക്കൂല എന്ന് പണ്ട് പ്രസംഗിച്ച ആളാ ഞാൻ, അല്ലേ? ഞാൻ തിരുത്തി, എന്തുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനിയും തിരുത്താൻ തയ്യാറാണ്, ഒരു പ്രശ്നമല്ല. നമ്മൾ ഈ മടവൂരികൾക്കും ഖുറാഫികൾക്കും മറുപടി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ചിക്കിച്ചകഞ്ഞെടുത്തിട്ട് മടവൂരികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ നിലയ്ക്ക് ചിന്തിക്കരുത്. നമ്മൾ ഈ തൗഹീദ് പ്രബോധനത്തിൽ ഒരു ശക്തിയായി നിലകൊള്ളണം, ഒരൊറ്റ അണിയായി നിലകൊള്ളണം. ആ നിലക്കുള്ള സന്തോഷകരമായ ഒരു സാഹചര്യം കാസർഗോഡ് ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു വാശിയും ഞാൻ സൗഹാർദ്ദരെ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ആരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ശിർക്ക് ആരോപിക്കരുത്. എനിക്ക് പറയാനുള്ളതാ, ശിർക്ക് അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങുമല്ലോ. അതുകൊണ്ട് ശിർക്കാണ് എന്ന് KNM പറയട്ടെ, അല്ലെങ്കിൽ KJU പറയട്ടെ, തെളിയിച്ചു തരട്ടെ. ഞാൻ തിരുത്താൻ തയ്യാറാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി തിരുത്താൻ ആരും തിരുത്താൻ തയ്യാറില്ലാത്തില്ല. അതുകൊണ്ട് ശിർക്കാണെന്നോ അല്ലെങ്കിൽ കുഫറാണെന്നോ KNM KJU പറയാത്തൊരു കാര്യം നമ്മൾ ചില ആളുകൾ മാത്രം പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കാനേ ഉപകരിക്കുള്ളൂ, നമ്മൾ ചേരി തിരിയാൻ ഉപകരിക്കുള്ളൂ. അങ്ങനെ ഒന്ന് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. എൻ്റെ വാക്കിലോ സംസാരത്തിലോ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നി എന്നോട് ക്ഷമിക്കണം. കാരണം അത്രമാത്രം മെസ്സേജുകൾ എൻ്റെ മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന വിഷമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് അപ്പൊ തന്നെ ചോദ്യങ്ങളുടെ പ്രവാഹം ഇവിടെ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കിൽ അല്പം രൂക്ഷത കാണിച്ചത്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് വെറുപ്പായി അത് വിചാരിക്കരുത്. എൻ്റെ വാക്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം അതുകൊണ്ട് ഒരു ഹക്ക് അറിയാതെ പോകരുത്. എൻ്റെ ഒരു വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ദോഷം കൊണ്ട് ഒരു സത്യം അറിയാതെ പോകരുതെന്നുള്ള ഏൽക്കാൻ ഞാനത് പറയുന്നു. എന്താ നിങ്ങൾ പറഞ്ഞത്? മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞത് മന്ത്രവാദവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നേരത്തെ അമാനി മൗലവിയുടെ കിതാബിൽ നിന്ന് വായിച്ചത്. മന്ത്രവാദം എന്ന് പറയുന്നത് തീർന്നില്ല. അപ്പോ പിശാച് ബാധിച്ചാൽ മാനസിക രോഗം ഉണ്ടാകും എന്ന് പറയുന്നു. ഉണ്ടാകാം, വേറെയും കാരണങ്ങൾ കൊണ്ട്, ഭൗതിക കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പൊ ഇവിടെ ഈ ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇവിടെ അവരൊക്കെ കാണിക്കണം നമ്മൾ. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം നിങ്ങൾ സൈക്കോളജിസ്റ്റിനെയും
അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും ഒക്കെ കാണിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. എന്റെ അറിവിലും എന്റെ അനുഭവത്തിലും അങ്ങനെ അത്ര സീരിയസ് അങ്ങേറ്റം അളവ് കൂടുതൽ അല്ലാത്ത എല്ലാ രോഗങ്ങളും മിക്ക രോഗങ്ങളും ഈ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് മാറിയിട്ടുണ്ട്. ഉണ്ടാകാം, മാറുകയാണെങ്കിൽ അങ്ങനെ തന്നെ മാറ്റേണ്ടത്. പക്ഷെ അതേസമയം റുഖ്യ നടത്താൻ മടിക്കരുത്. നിങ്ങൾ റുഖ്യ എന്ന് പറയുന്ന മന്ത്രങ്ങൾ അത് മടിക്കരുത്. മന്ത്രം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഖുർആനിലെ ആയത്തുകൾ, റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ, ദുആയും ചൊല്ലിക്കൊടുക്കുക, പതുക്കെ പറയുക എന്നുള്ളതാണ്. അല്ല, മന്ത്രം എന്ന വാക്കിന് മെല്ലെ പറയാന്ന അർത്ഥം അല്ലെ. പക്ഷെ മന്ത്രിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റുഖ്യ എന്നാണ് അർത്ഥം. റുഖ്യ എന്നത് തുബ്ബിന്റെ ഭാഗമായിട്ട്, ചികിത്സയുടെ ഭാഗമായിട്ട്. മന്ത്രിക്കാന്ന് മന്ത്രി ചൂതണോ? ഊതൻ നബി ഊതിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബിക്ക് ഊതി കൊടുത്തത്, തടവി കൊടുത്തൊക്കെ ഹദീസിലില്ലേ? എവിടെയാ ഊതുണ്ട്? ബുഖാരിയിലുണ്ട്. എവിടെയാ? അത് ശരീരത്തിന് ഊതി കൊടുക്കുക, തടവി കൊടുക്കുക. അപ്പൊ നമ്മള് രോഗിയെ സന്ദർശിക്കുമ്പോ അല്ലാഹുമ്മ റബ്ബന്നാസ് ചൊല്ലൂലേ, അതൊരു മന്ത്രാണല്ലോ. അത് നമ്മൾ രോഗിക്കൊന്നും തടവി കൊടുക്കില്ല. നബി തടവിയിട്ടുണ്ട്, സഹാബത്ത് തടവിയിട്ടുണ്ട്. ഇപ്പൊ രോഗവേദന ഉള്ള സ്ഥലത്താണ് ഈ വേദന കൈവച്ച് ചെയ്യാം. ആണുങ്ങളെ സന്ദർശിക്കുമ്പോ, പെണ്ണുങ്ങളെ സന്ദർശിക്കുമ്പോ, അല്ലെങ്കിൽ ദൂരെ ഒന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ്. അല്ല, പ്രത്യേക ഒരു മന്ത്രിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ അതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കാൻ മതി. പ്രത്യേകിച്ച് മന്ത്രിക്കുന്ന ഒരാളൊന്നും ഉണ്ടാകണ്ടല്ലേ, നമ്മളൊക്കെ മന്ത്രം പഠിച്ചാൽ മതി. റസൂല് പഠിപ്പിച്ച മന്ത്രങ്ങള് ആയത്തോതി കൊടുക്കുക, ഹദീസിൽ പറഞ്ഞ ദിക്റുകൾ ചൊല്ലി കൊടുക്കുക, നമ്മളൊക്കെ പഠിച്ചാൽ. പ്രത്യേക ആളൊന്നും ഉണ്ടാവില്ല. സാധാരണക്കാരെ സംബന്ധിച്ചോളം രോഗം വന്നാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് രോഗം വന്ന രോഗിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. മന്ത്രിക്കുക എന്നുള്ള വാക്ക് അവർക്ക് അറിയില്ല, അത് പഠിപ്പിച്ചു കൊടുക്കണം അവര്. മന്ത്രിക്കാന്നുള്ള വാക്ക് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. മന്ത്രിക്കൽ ഇസ്ലാമിലുണ്ട്. മന്ത്രം എന്താണെന്ന് അവർക്ക് മന്ത്രം ഇതാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നേരത്തെ വായിച്ചില്ല ഇവിടെ. അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹു പഠിപ്പിക്കാൻ പോ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും പഠിപ്പിക്കും, പുസ്തകങ്ങളിലൂടെയും പഠിപ്പിക്കും. ഇങ്ങോട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ഷാർജയിലേക്കല്ല, എവിടത്തേക്കാണോ? ഒരാൾ പോയി റഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസൻ്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളുടെ അടുത്ത് പോയപ്പോൾ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടെ നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, നിങ്ങള് സൂറത്ത് മറിയമിന്റെയും കെഫിന്റെയും CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താൻ്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോൾ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോൾ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പം ഞാൻ എൻ്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് ഇവൻ്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കുക. അത് വല്ല ശേത്തൻ എൻ്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പോൾ കുറച്ചിന് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ അത് ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ അത് വല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. അതിലിവൻ ചാടി അങ്ങ് എണീറ്റ് പാടി എൻ്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പം അങ്ങനെ എന്നിട്ടിങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുണന്ന മാതിരി, എന്താടാ നീ കാണിച്ച്? അല്ല അതാ ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിനെ ഇവിടെ ഇരുത്തിയിട്ട് കാസറ്റ് ഇട്ടാണല്ലോ, നൂറിന്ന് എന്തോ വന്നപ്പോൾ എൻ്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന എൻ്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോൾ എന്താ അവിടെ റുഖ്യ നടത്തി വെച്ചു? ഞാൻ റുഖ്യ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോൾ ഈ കാസറ്റ് വെറുതെ ഇട്ട് കൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ ഇളകുമല്ലോ എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോൾ ഇങ്ങനെ ചികിത്സൻ്റെ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട് പറഞ്ഞു. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്, നമ്മളെ ജന്മീയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഇതാണ് യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത്.
ഖുറാഫികളും നടക്കുന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സെയിം സ്റ്റോറിയിലെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇഷ്ടം പോലെ കഥകൾ. അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇപ്പൊ നമ്മളെ ആളുകൾക്കുള്ള സംശയം. ഇതിപ്പോ നമ്മളിങ്ങനെ ഖുർആൻ ഓതി കൊടുക്കലും കേൾപ്പിക്കലോ തുടങ്ങിയ ഖുറാഫികളുടെ അതിലേക്ക് പോകൂലേന്ന്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ശിർക്കിൽ അധിഷ്ഠിതമായ ചികിത്സയാണ്. ഒന്ന്, നേരത്തെ അമാനു വലി പറഞ്ഞ ഇസ്മിന്റെ കിതാബാണ് അവർ അവലംബിക്കുക. ഇസ്മിന്റെ കിതാബ് സിഹിർ ഇവിടെ പഠിപ്പിച്ചതാരാ? സിഹിറിന്റെ കിതാബ് ഉണ്ടാക്കിയതാരാ? ശൈത്താനാണെന്നാ ഖുർആൻ സൂറത്തുൽ ബഖറ 102 പറഞ്ഞു. വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹിർ. ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കൾ കാഫിറായി. അപ്പൊ സിഹിറിന്റെ ഗന്ധക്കെട്ടുകൾ ഉണ്ടാക്കിയതാ. അത് അടിസ്ഥാനത്തിൽ അവർ ചികിത്സിക്കണേ. നമ്മൾ ഖുർആൻ ഓതി കൊടുക്കുകയും റസൂൽ വിളിച്ച ദിക്ർ ചെല്ലുവാണ്. പിന്നെ അവര് ഇടക്ക് ഉല്ലാഹുലൊക്കെ കോതും. അതിന്റെ ഇടയിലൂടെ എന്ത് കയറ്റും? ജിന്ന് നേതാക്കന്മാരെ വിളിച്ചു തേടലും അല്ലല്ലാത്തൊരു പ്രാർത്ഥിക്കലും ഒക്കെ ഉണ്ടാവും. പിന്നെ അവര് മന്ത്രിച്ച വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ നൂല് കൊടുക്കും, ഉറുക്ക് കൊടുക്കും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും നമ്മുടെ റുഖ്യ ശറയ്യ എന്ന് പറയുന്ന ശറയിൽ അംഗീകരിക്കേണ്ട മന്ത്രങ്ങൾ, ആയത്തുകൾ, ദിക്റുകൾ ചൊല്ലിക്കൊടുക്കൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഈ വ്യത്യാസം. അവർ ചെയ്യണം നമ്മൾ തമ്മിൽ ഒന്നല്ല. അവരെ പുറത്ത് പോകാൻ തന്നെ പറ്റുമോ? അവർ സാഹിറല്ലേ? സാഹിറിനെ സമീപിക്കാൻ പറ്റുമോ? അവന്റെ അഖീദ് ശരിയാണോ? അവൻ അല്ലല്ലാത്ത വിളിച്ച് സഹായം തൊടില്ലേ? ഈ ശിർക്കന്റെ അടുത്ത് പോകാൻ പറ്റുമോ? മുവഹിദായ തൗഹീദുള്ള, തൗഹീദ് എന്ന് വ്യതിചലിക്കാത്ത വെറും ഖുർആൻ കൊണ്ട് മാത്രമാണ് ഈ ചികിത്സ നടത്തുന്നത്. അത് രണ്ടും ഒരുപോലെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ? ഷെയ്ഖ് ബിൻ ബാസും ഷെയ്ഖ് അൽബാനിയും അങ്ങനെ ലോകത്തുടനീളമുള്ള സലഫികൾ എല്ലാവരും ചെയ്യണ കാര്യം അത്. അതിന്റെ തെറ്റുകൾ അവർ പറഞ്ഞത് മുറിവൈദ്യന്മാർ പലരും ഇതിന്റെ പേരിൽ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഇപ്പൊ അടിക്കുന്നത് വിരോധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുറിവൈദ്യന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പറഞ്ഞു കൊടുക്കല്ലാതെ അവരാരും ഈ ചികിത്സ എന്ത് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഇത് ഉൾക്കൊണ്ട ആളായത് കൊണ്ട് മനസ്സിലായി. സാധാരണക്കാരനെ ഇത് പറഞ്ഞാൽ ഞങ്ങൾ ഇത് തന്നെ അല്ലേ ചെയ്യുന്നുള്ളത്, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തു? അതിനാണ് ആ വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞത് കൊണ്ട് ഈ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ കൂടിയവർ പലരും സാധാരണക്കാർ തന്നെയാണ്. ഏതൊരു സുന്നിനോടും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളെ ഉസ്താദ് ചെയ്യുന്നത് ശിർക്കിൽ അധിഷ്ഠിതമായ ശിർക്കൻ മന്ത്രങ്ങളും ഇസ്മിന്റെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങളുമാണ്. നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഓതി കൊടുക്കുക, ഖുർആനിൽ വന്നിട്ട് ദിക്റുകൾ പറയുക, അള്ളാഹുവിന്റെ നാമങ്ങൾ മാത്രം പറയുക. ഒരു ശിർക്കുമില്ല, ഒരു നൂലില്ല, ഏലസില്ല. ഇത് രണ്ടും ഒരു വ്യത്യാസം പറഞ്ഞു കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, സുന്നികളെ ഖബർ സിയാർത്തും നമ്മളെ ഖബർ സിയാർത്തും എന്താ വ്യത്യാസം? പ്രത്യക്ഷത്തിൽ കണ്ട ഒന്നെന്നല്ലേ? എന്താ വ്യത്യാസം? അവര് ഖബറിലുള്ളവരോട് ചോദിക്കുന്നു, നമ്മൾ ഖബറിലുള്ളവർക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുന്നു. ഇതല്ലേ വ്യത്യാസം? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഖബർ സിയാറത്ത് അവരതും നമ്മളും തമ്മിലെ വ്യത്യാസം എന്താ? പ്രത്യക്ഷത്തിൽ ഒന്നല്ലേ നോക്കുമ്പോ, പക്ഷെ നമ്മൾ അള്ളാഹിനോടാ പ്രാർത്ഥിക്കണത്, ഓരോ ഖബർ കിടക്കുന്നതാ പ്രാർത്ഥിക്കുന്നത്. ഈ രണ്ട് തെറ്റും, ഈ രണ്ടും തമ്മിലെ വ്യത്യാസം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ റുഖ്യ ശർഇയ്യയും റുഖ്യ ശിർക്കിയയും ഉണ്ട്. അത് തെറ്റ് വ്യത്യാസം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടത്. ഇത് മന്ത്രം തന്നെ അല്ല എന്ന് പറയല്ല. മനസ്സിലായില്ലേ? എന്താണ് ഹാരിസ പറയേ? ഹാരിസ് പറഞ്ഞോട്ടെ, കൊടുക്ക്. ഹാരിസ് പറയട്ടെ. ഹാരിസ് പറഞ്ഞോ. എന്താ? നിങ്ങൾ പറഞ്ഞോളി. പിന്നെ അടിചികിത്സനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രബന്ധത്തിലുണ്ട് എന്ന് അവൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. ഞാനത് ആ പ്രബന്ധം കാണിക്കാൻ വേണ്ടി അവന്റെ കയ്യിലുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ ലെറ്ററിലുണ്ട് എന്നാണ് ഇപ്പൊ മാറ്റി പറഞ്ഞത്. ഏത് ലെറ്ററിലാ മോനെ? KJയിൽ കൊടുത്ത ലെറ്ററിലാണ് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കാം, ഇത് നിങ്ങൾ KJയിൽ കൊടുത്ത ലെറ്ററാണ്. അതുണ്ട്, എന്റെ അടുത്തുണ്ട്, എന്റെ കൈവശമുണ്ട്. ഫുള്ള് വായിക്കണമെങ്കിൽ ഫുള്ള് വായിക്കാം. അവസാന ഭാഗമാണോ? അവസാന ഭാഗം, ആ ഭാഗം. ഇത് അബ്ദുറഹ്മാൻ സലഫി നിങ്ങളുടെ ഈ ഞാൻ പറയട്ടെ നിങ്ങൾ അടിച്ചിറക്കൽ ചികിത്സയുടെ ന്യായീകരണമായി പോയപ്പോൾ അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ വെച്ച് സംസാരിച്ചതാണ്. ഇതേ വേദിയിൽ വെച്ച് നിഅമത്തുള്ള ഫാറൂഖി നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. UKGയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ അടിച്ചിറക്കൽ ചികിത്സ നടത്തി. ഞാൻ പറഞ്ഞതല്ല, നിഅമത്തുള്ള ഫാറൂഖി പറഞ്ഞതാണ്. അത് നിഅമത്തുള്ള ഫാറൂഖിയോട് ചോദിക്കാം. നിഅമത്തുള്ള ഫാറൂഖി പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റിയാദിൽ വെച്ചിട്ട് അല്ല, ഇത് ബഷീർക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം. ബഷീർക്കാട് പറഞ്ഞത് നിഅമത്തുള്ള ഫാറൂഖി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റിയാദിൽ വെച്ച് നിഅമത്തുള്ള ഫാറൂഖി നിങ്ങൾക്ക് മറുപടി നൽകുകയും ജിദ്ദയിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി മറുപടിയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ലെറ്റർ കൊടുത്തിട്ടുള്ളത്. ഇത് അവസാനം അതിലൊന്നും ഹാരിസെ ഞാൻ പറയട്ടെ. ഹിഫ്ലുർ റഹ്മാനെ പിന്തുണക്കുന്നു. ജിന്നുബാധയേറ്റവരെ ചികിത്സിക്കുന്ന ജിദ്ദയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ചെമ്പ്രശ്ശേരി വണ്ടൂർക്കാരൻ ഹിഫ്ലുർ റഹ്മാനെ ഞാൻ പിന്തുണക്കുന്നുവെന്നും KNM എക്സ്പോസ്ഡ് KNMന് തുന്നുകാട്ടുന്നു എന്ന പേരിൽ ഇന്റർനെറ്റിൽ KNMനെ വിമർശിക്കുന്ന ഇയാളുടെ അടുത്തേക്ക് ചികിത്സക്കായി ആളയക്കുന്നു എന്നുമാണ് KJU മീറ്റിംഗിൽ
സലഫി പറഞ്ഞ മറ്റൊരു ആക്ഷേപം. ഈ സലഫി നിങ്ങൾക്കെതിരായിട്ട് KJയിൽ പറഞ്ഞ ആക്ഷേപമാണ്. അതിന് നിങ്ങളിപ്പോ നേരത്തെ മറുപടി പറഞ്ഞു. അത് ഫുൾ വായിക്കുന്നില്ല, കാരണം നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ അംഗീകരിച്ചു. അതിലൊരു ബാധയുണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയോട് ഭൗതിക ചികിത്സകളെല്ലാം നിഷ്ഫലമായ ഘട്ടത്തിൽ ഇയാളുടെ അടുത്ത് പോയി നോക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതന്നെയാണ് സലഫി ആരോപിച്ചത്, നിങ്ങൾ സമ്മതിച്ചു. പക്ഷേ എന്നിട്ട് പറയാണ്, പക്ഷേ ഈ ചികിത്സയെക്കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായക്കാരാണെന്ന് അതോടൊപ്പം അയാളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. KJ ഈ വിഷയം ചർച്ച ചെയ്യാത്തതിനാൽ ചികിത്സ ഇല്ലെന്ന് പറയുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ചികിത്സ ഉണ്ടെന്ന് പറയുന്നവർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നതാണ്. ആരാണ് ഈ ചികിത്സ ഇല്ല എന്ന് പറയുന്നവർ, ആരാണ് ഉണ്ടെന്ന് പറയുന്നവർ? ഈ റുഖിയ ശർഇയ്യ എന്നൊരു ചികിത്സ ഉണ്ടോ, ജിന്നുബാധ ഏറ്റവർക്ക് അങ്ങനത്തെ ചികിത്സ ഉണ്ടോ ഇല്ലേന്ന് ചർച്ച ഉണ്ട്. അപ്പൊ ചില ആളുകൾ അങ്ങനെ ചികിത്സ ഇല്ല എന്ന് പറയുന്നു, അങ്ങനെ ഒരു ചികിത്സ ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മളെ ആളുകൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചികിത്സ അല്ല. രോഗം വന്നാൽ പ്രാർത്ഥിക്കല്ലാതെ മറ്റൊരു ചികിത്സ നടത്തലില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലെവിടെ അടി? അതേ ചോദിച്ചേ. ഇഫ്ലുർ റഹ്മാന്റെ ചികിത്സ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇഫ്ലുർ റഹ്മാനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ റിയാദിലും എവിടെയും പ്രസംഗിച്ചിട്ടുമില്ല. അതിന് നിയമത്തുള്ള മറുപടിയും പറഞ്ഞിട്ടില്ല. ചികിത്സിക്കുക, യഥാർത്ഥത്തില് ചികിത്സിക്കുക എന്ന സംഗതി തന്നെ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ ഇത് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇല്ലാന്നും ഉണ്ടെന്നും പറയുന്നവർക്ക് രണ്ടാൾക്കും ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഉണ്ടെന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഇല്ല എന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ കുറെ ആളുകൾ ഇല്ല, അങ്ങനത്തെ ചികിത്സ അല്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ചികിത്സ ഉണ്ട്, പക്ഷെ എന്റെ വിശദാംശം KJ ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് വേണമെങ്കിൽ ആ കത്തിൽ അത്രേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എന്റെ പ്രബന്ധം എന്നിട്ട് വായിച്ചിട്ട് പറഞ്ഞോളൂ. 53 പേജുള്ള മലയാള പ്രബന്ധമാണ്, നിങ്ങൾക്കൊക്കെ വായിക്കാം. കത്തിലുണ്ടോന്ന് വന്നാൽ അല്ല, അപ്പൊ കത്തിലില്ല എന്ന് മനസ്സിലായില്ലേ? അടിക്കണ വിഷയമില്ല, പ്രബന്ധത്തിലുമില്ല, കത്തിലുമില്ല, അടിച്ചിറക്കണം ഇല്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആകപ്പാട ഉള്ളത് ഉസ്മാൻ ബിൻ അബിൽ ആസിനെ റസൂലുള്ള അടിച്ച ഒരു സംഭവമാണ്. അതൊരു അടി എന്ന് പറയാൻ മാത്രമല്ല. കാരണമല്ല, നബിക്കു ശേഷം സഹാബികൾ ആരെങ്കിലും അതിനെ അവലംബിച്ചുകൊണ്ട് അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സലഫി പണ്ഡിതന്മാരൊക്കെ റസൂലുള്ള അടിച്ചതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടിക്കാന്ന് പറഞ്ഞിട്ടുമില്ല. അത് റസൂൽ കൊട്ടുകൊട്ടിന്നാണ്. കാരണം റസൂലിന് മനസ്സിലാവും ഇന്നടത്ത ശൈത്താനുള്ളത് കൃത്യമായിട്ട്. നമുക്ക് അങ്ങനെ മനസ്സിലാവുമോ? ആർക്കെങ്കിലും റുഖ്യ നടത്തുന്നവർക്ക് മനസ്സിലാകുമോ? ഇവിടെ എന്നറിയും. അപ്പൊ ശൈത്താൻ ശരീരത്തിൽ രക്തം നടക്കുന്നിടത്തൊക്കെ നടക്കുന്ന സാധനമല്ലത്. അതേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്റെ പേരിൽ ആരോപിക്കുകയാണ്. ഇഫ്ലുർ റഹ്മാൻ അടിക്കുന്നത് കൊണ്ട് ഇഫ്ലുർ റഹ്മാനെ ഞാൻ പിന്തുണക്കുന്നു എന്നിട്ട് ഇഫ്ലുർ റഹ്മാൻ ഉള്ളതൊക്കെ എന്റെ പേരിൽ വെച്ചിട്ട. ഇഫ്ലുർ റഹ്മാന്റെ ചികിത്സ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? കത്തില് ഉള്ള അപ്പൊ ഇനി വേറെ എന്തെങ്കിലും കത്തിലുണ്ടോ? ഇതല്ലാത്ത വേറൊന്നുമില്ലല്ലോ. ചികിത്സ ഉണ്ടെന്ന് പറയുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്, ഇല്ല എന്ന് പറയുന്നു. ഇപ്പൊ റുഖിയ ശർഇയ്യ എന്നൊരു ചികിത്സാ സമ്പ്രദായം തന്നെ ഇല്ല. രോഗം വന്നാൽ പ്രാർത്ഥിക്കല്ലാതെ വേറൊരാൾ ഓതിക്കൊടുക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ദിക്റുകൾ വെച്ച് റുഖിയ നടത്തിയെന്ന് ഏർപ്പാടില്ല എന്ന് പറഞ്ഞവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. പക്ഷെ നിങ്ങൾ ഒരു കാലത്തും ഈ അടിച്ചിറക്കൽ ചികിത്സ തെറ്റാണെന്നോ ശരിയാണെന്നുള്ള ചർച്ച നടന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ, ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായി അതിനെ എതിർക്കാവുന്ന തെളിവും വ്യക്തമായി അതിനെ അനുകൂലിക്കാവുന്ന തെളിവൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിലൊരു നിലപാട് വ്യക്താക്കിയിട്ടേ ഇല്ല. അതാണ് വിഷയം. ചികിത്സ നടത്തലല്ലേ എന്റെ വീട്ടില് ഉണ്ടായാൽ പോലും എനിക്ക് നടത്താൻ. ഇത് ഒരാൾ ഇളകിയിട്ട് ബേജാറായി പോയല്ലേ. ഞാൻ എനിക്കല്ല, ഞാൻ ഇന്നാ പിന്നെ എനിക്ക് കിതാബ് വഹിക്കാൻ നേരം ഉണ്ടാവും. ആളുകൾ ഇങ്ങനെ വലരും എത്ര എണ്ണുണ്ട് കുടുംബത്തിലും അയലോക്കത്തൊക്കെ. ഇതൊക്കെ നടത്താൻ പറ്റും നമുക്ക്. അത് എനിക്കതിന് താല്പര്യമില്ല, ഞാൻ നടത്താൻ ഉദ്ദേശിക്കണമില്ല. പക്ഷെ ഉള്ളൊരു കാര്യത്തെ നിഷേധിക്കാൻ പറ്റൂല്ലോ, അതേ ഉള്ളൂ. UKG കൂട്ടുന്ന ഞാൻ അടിച്ച് ചികിത്സിച്ചു. അല്ല, ഇതില് ഒന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് വായിച്ചു തരാം. ഫുള്ളായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓരോ യൂണിറ്റിലും ആ ജിദ്ദയിലെ പ്രസംഗത്തിൽ പറയുന്ന ഓരോ യൂണിറ്റിലും അടിച്ചിറക്കൽ കേന്ദ്രം വേണമെന്ന് KJയിലെ ഒരു ഉന്നതനായ പണ്ഡിതൻ മെമ്പർ ആവശ്യപ്പെട്ടു എന്ന് അബ്ദുറഹ്മാൻ സലഫി പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കണം ആരാണ് പറഞ്ഞത്. അടിച്ചിറക്കൽ എന്ന അദ്ദേഹം ഈ പറഞ്ഞ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ഓരോ യൂണിറ്റിലും വേണമെന്ന് പറഞ്ഞ ആരാണെന്ന് ഞാനാണെന്ന് നിങ്ങൾ ഊഹിക്കല്ലേ? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ സലഫി നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞാൽ ഞാനാ വ്യക്തമായി പറയണം. പറ്റൂല. ജമിയത്തുൽ ഉലമയിൽ വെച്ച് ഓരോ യൂണിറ്റിലും അടിച്ചിറക്കൽ കേന്ദ്രം തുടങ്ങണമെന്ന് ജമിയത്തുൽ ഉലമയിൽ ഒരു പണ്ഡിതൻ പറഞ്ഞത് ഞാനാണെന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ടോ? ആരെ? അതെ, ചോദ്യം ഇവിടെ കാണുന്നില്ല. ആയിക്കോട്ടെ, ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ സലഫി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ?
കൊടുത്തോളൂ. ഇത് തീരട്ടെ. ആരിസ് പറയട്ടെ. ജമിയത്തുൽ ഉലമയിൽ ഓരോ യൂണിറ്റിലും അടിച്ചറക്കൽ കേന്ദ്രം തുടങ്ങണമെന്ന് ആ വാക്കന്നയിലുണ്ടോ? അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രസംഗത്തിൽ നിങ്ങൾ ആദ്യം നോക്കണം. അത് ഞാനാണെന്ന് അബ്ദുറഹ്മാൻ സലഫി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ചോദിച്ചതാണ്. അല്ലെ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു. സംഗതി അവിടെ അവസാനിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം പറഞ്ഞു. ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ച. അപ്പൊ കത്തിലില്ല, പ്രബന്ധത്തിലുമില്ല, ഇനിയിപ്പൊ ക്ലിപ്പിലുണ്ട് എന്നാണ്. അത് നോക്കുക. അതും കൂടി കഴിഞ്ഞോട്ടെ. ഇരിക്കെ. കത്തിലില്ല, പ്രബന്ധത്തിലുമില്ല, ഇനിയിപ്പൊ ക്ലിപ്പിലുണ്ട് കേൾപ്പിക്കും. അതും കൂടി തീർന്നോട്ടെ. ഇതിപ്പോ നിങ്ങൾക്കെതിരെയുള്ള ആരോപണം എന്ത് നിനക്കറിയില്ല. ഒരു മൊബൈൽ ക്ലിപ്പാണിത്. അടിച്ചിറക്കലിനെ കുറിച്ച് നിങ്ങളുടെ ഒരു ക്ലിപ്പാണ്. നിങ്ങളുടെ സംസാരമാണ്. നെഞ്ഞി കയറി കുത്തിരിക്കണം, മുതുകത്ത് കുത്തണം, പിന്നെ അവസാനം പിശാച്ച് പോയില്ലെങ്കിൽ ചങ്കിൽ പിടിക്കണം എന്നുള്ളൊരു ക്ലിപ്പാണ്. കേക്കട്ടെ. എവിടെ? ചങ്കി പിടിച്ച് നിൽക്കണം. എങ്ങനെ? കേട്ടോ സംഗതി പറഞ്ഞുതരാം. അതായത് ഹദീസ് നിഷേധിയായ അതെ, ഹദീസ് നിഷേധിയെ സംബന്ധിച്ച് ഒരു മുൻഗാമി എഴുതിയ വാചകമാണ്. ഇതൊന്നും ഈ ഹദീസ് നിഷേധത്തിന് അവൻ പിന്മാറുന്നില്ലെങ്കിൽ അവനെ കമഴ്ത്തിയിട്, എന്നിട്ട് അവന് ഓതിക്കൊടുക്കുക ആയത്തുൽ കുർസിയെ, എന്നിട്ട് മനസ്സിലാവും എന്റെ ചങ്ങി പിടിക്ക്, എന്നിട്ട് അവന്റെ മുട്ടിന് കുത്ത്. അത് ജിന്നിന് ചികിത്സയല്ല.